നമസ്കാരം. പുത്തൻ സിനിമ വിശേഷങ്ങളുമായി 5 അതിഥികൾ. നമുക്കറിയാം, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന 5 പേരാണ് എന്നോടൊപ്പം ഉള്ളത്. അതിനപ്പുറത്തേക്ക് ഇതിൽ 2 പേരെ മലയാളി പ്രേക്ഷകർ എന്നും കൈവിടാതെ കാത്തു സൂക്ഷിക്കുന്ന 2 ഡയറക്ടർമാർ. 2 പേര് ഈ സിനിമയിൽ ഡയറക്ടർമാർ എന്ന് പറയുമ്പോൾ ഒരാൾ അഭിനയിക്കാൻ വേണ്ടിയാണ് എത്തിയിരിക്കുന്നത്, അദ്ദേഹം പ്രൊഡ്യൂസറാണ്. പേര് പറയുന്നില്ല, ദൃശ്യങ്ങൾ നിങ്ങൾ കാണട്ടെ. എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ കൂട്ടുകെട്ടിനുള്ള ഭയങ്കര ഇഷ്ടമായേക്കാം. നിങ്ങൾ എന്തേ ഇത്രയും വൈകിയെന്നുള്ളതാണ് ചോദിക്കേണ്ടത്. ഇപ്പോൾ ഒത്തിരി വൈകിയെന്ന് തോന്നുന്നു എനിക്ക്, നിങ്ങൾ രണ്ടും ഒരുമിച്ച് കൂടാത്തതുകൊണ്ട്. ക്രിയേറ്റീവായിട്ട് ഒന്നും കൂടെ ഒരുമിച്ച് കൂടണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ആ ഒരു കൂട്ടുകെട്ടാണ് പ്രേക്ഷകർ അഭിനയിക്കാനേ പറ്റുള്ളൂ അല്ലേ? ഓ ബേബി സാറിന്റെ എന്തെങ്കിലും എഴുതി കിട്ടണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. കേട്ടല്ലോ അല്ലേ? അപ്പൊ എഴുതി കൊടുക്കണം. ഇനി ഒരുമിച്ച് യാത്ര ചെയ്യണം. സ്വന്തം പ്രൊഡക്ഷൻ കമ്പനി ഉണ്ടായിട്ട് അതിൽ നിന്ന് മാറി ഇത് പ്രൊഡക്ഷൻ ചെയ്യാൻ വന്നേക്കുവാണ്. അതെ, തീർച്ചയായിട്ടും. അതെ, അത് വലിയ സപ്പോർട്ടായിരുന്നു. ഈ സിനിമ ഉണ്ടാവാൻ കാരണമാവുന്നത് ആ കോമ്പിനേഷൻ തന്നെയാണ്. ഒത്തിരി വൈകി. രക്ഷാധികാരി വൈജു കണ്ടിട്ട് ഇങ്ങനെ അത് ഇപ്പോഴും എടുത്ത് കാണുമ്പോൾ നമുക്ക് ഇനിയും ഉടനെ എന്ന് പറഞ്ഞ് കുറെ വൈകി അല്ലേ? കുറച്ച് എന്താണ് അതൊക്കെ എന്താന്ന് ആർക്കറിയാം, അങ്ങനെ സംഭവിക്കുന്നു. സിനിമയല്ലേ? സിനിമയല്ലേ? എന്തായാലും ഓ ബേബി എന്താണ് പറഞ്ഞു വെക്കുന്നത്? ഓ ബേബി എന്താണ് പറഞ്ഞു വെക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സിനിമേന്റെ കാര്യം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് നമ്മള് സിനിമയുടെ വിശദാംശങ്ങൾ വിട്ടുപിടിക്കുന്നതായിരിക്കില്ല നന്നായിരിക്കുക. എന്നാ വിവാദങ്ങളിലേക്ക് പോവാം. പിടിച്ചോളാൻ പറയാൻ തുടങ്ങുവാണ്. പിന്നെന്താ? അപ്പൊ ഞാനും ഹാപ്പിയായി. എങ്കിലും ഒന്ന് സിനിമ നമുക്ക് കയറി ഇറങ്ങി പോവാം അല്ലെ? എന്തായാലും നല്ലൊരു സിനിമ. നമുക്ക് ഇതിന്റെ പോസ്റ്റർ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. ആ പോസ്റ്റർ ആളുകൾ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. ഇത്തരമൊരു കഥയുമായി ബന്ധപ്പെട്ട് പ്രൊഡ്യൂസർ എന്ന നിലയിലേക്ക് ദിലീഷ് പോത്തന്റെ അടുത്തേക്ക് എത്തിയപ്പോൾ എന്താണ് പറഞ്ഞത്? അങ്ങനെ ഉണ്ടായതല്ല അത്. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ദിലീഷ് ഹൈദരാലി ഇപ്പം പറഞ്ഞതുപോലെ തന്നെ ഞാനിങ്ങനെ ഇടയ്ക്ക് കോവിഡിന്റെ ടൈമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഗ്യാപ്പിൽ ഇങ്ങനെ പണിയൊന്നുമില്ലായിരുന്നപ്പം പഴയ സിനിമകളൊക്കെ ഇങ്ങനെ വീണ്ടും കണ്ട് വരുന്നതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ രക്ഷാധികാരി പേജ് വീണ്ടും കണ്ടപ്പോൾ ഞാൻ അടുത്ത് കുറെ നാളായല്ലോ, എന്താണ് പിന്നെ ഒരു സിനിമ ചെയ്യാത്തതെന്ന് ഞാൻ ഓർക്കുകയും ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ രഞ്ജസാറിന്റെ ഒരു പടം കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ വെറുതെ ഒരു ഫോൺ ചെയ്തു. എന്താണ് കുറെ നാളായല്ലോ സിനിമയൊന്നും ചെയ്യുന്നില്ല എന്ന് ഞാൻ വിശേഷം ചോദിച്ചു. അങ്ങനെ ആ ചർച്ചകൾ അതങ്ങനെ ഒരു സിനിമയിലേക്ക് വികസിച്ചു. സിനിമയോളം നീണ്ടു ഇതുവരെ ഉണ്ട്. അത്ര അല്ല, തീർച്ചയായിട്ടും അത്തരം ഒരു സിനിമ, താങ്കളുടെ സിനിമകളെല്ലാം ഹിറ്റുകൾ, ഒന്നും നമുക്ക് മറക്കാൻ കഴിയാത്ത സിനിമകളാണ്. എല്ലാ സിനിമകളും ഹിറ്റുകളും തന്നെ പറയാം. എല്ലാവരും പ്രേക്ഷകർ കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ സിനിമകൾ കണ്ടെങ്കിൽ താങ്കളുടെയാണ് എന്ന് ഞാൻ പറയുന്നതിൽ അഭിമാനത്തോടു കൂടി എനിക്ക് പറയാൻ കഴിയും. അത്തരം ഒരു താങ്കളുടെ സിനിമയ്ക്ക് വേണ്ടിയാണ് പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ ഇത് അങ്ങനെ ഒരു സിനിമ കോവിഡ് സമയത്ത് ഒരു സൗഹൃദത്തിൽ ഒരു സിനിമ ഉണ്ടായി. ആ സിനിമയാണ് പ്രേക്ഷകരിലേക്ക് നമ്മൾ അടുത്ത മാസം 2-ാം തീയതി എത്തിക്കുന്നത്. അതിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് കൂടുതൽ കഥകളിലേക്ക് പോകുന്നില്ല. എങ്കിലും ഈ ഒരു സിനിമ ഏത് മോഡലായിരിക്കും? നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഒരു ത്രില്ലർ സിനിമയായിട്ട് തോന്നുന്നു. ഇതൊരു ഡ്രാമ ത്രില്ലർ ഫിലിമാണ്. ഇതിനൊരു പൊളിറ്റിക്കൽ ലെയർ ഉണ്ട് പ്രധാനമായിട്ടും. അതൊരു ഗ്ലോബൽ പൊളിറ്റിക്സ് ആണ്. അത് എല്ലാ കാലത്തും എല്ലാ സ്ഥലത്തും പ്രസക്തമായിട്ടുള്ള സിനിമയാണ്. എല്ലാ ദേശകാലങ്ങളുടെ ഒരു അതിർവരമ്പലുകളില്ലാതെ പ്രസക്തമായൊരു വിഷയമാണ്. എന്നും നമുക്കിടയിലുള്ള വിഷയം തന്നെയാണത്. അത്തരം സിനിമകൾ താങ്കൾ ചെയ്തു വെച്ച സിനിമകളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന സിനിമകളാണ്. അതിനപ്പുറത്തേക്ക് ഇതൊരു ചർച്ച ഉണ്ടാവും അല്ലേ? അതറിയില്ല, ഞാനും സിനിമ കാണാൻ പോകുന്നല്ലേ ഉള്ളൂ പ്രേക്ഷകരോടൊപ്പം. പ്രേക്ഷകരെടുത്ത് എത്തുമ്പോഴല്ലേ നമ്മൾ സിനിമ കാണുന്നുള്ളൂ. അതുവരെ നമ്മൾ അതിന്റെ പിന്നണിയിലല്ലേ. മുന്നോട്ട് വരുന്നത് നമ്മൾ അപ്പോഴല്ലേ, പ്രേക്ഷകരോട് ഇരുന്ന് കാണുമ്പോഴാണ്. അവരോട് ഇരുന്ന് കാണുന്ന സമയത്തേ മനസ്സിലാവുള്ളൂ ഇതായിരുന്നല്ലേ സിനിമ എന്ന്. അതുവരെ നമ്മൾ വിചാരിച്ച അതിന് പല വഴികളുണ്ട്, അതിന് പല ലെയേഴ്സ് ഉണ്ട്, അങ്ങനെ പല പല കാര്യങ്ങളും നമ്മൾ അതിൽ വിചാരിച്ചതുണ്ട്. അതിൽ കുറേയൊക്കെ ആൾക്കാർക്ക് ആദ്യം കാണുമ്പോൾ തോന്നും കിട്ടും, രണ്ടാമത് കാണുമ്പോൾ വേറെ കുറെ കാര്യങ്ങൾ കിട്ടും. അതെ അതെ, അങ്ങനെ പല ലേയേഴ്സ് ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്ത സിനിമകളാണല്ലോ ഹിറ്റ് അടിച്ചേക്കുന്നത്. ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സിനിമ പ്രേക്ഷകർ എത്തുന്നില്ല എന്നൊരു കാലഘട്ടത്തിലൂടെ നമ്മൾ യാത്ര ചെയ്തു. നല്ല കഥകളാണ് ഈ പ്രേക്ഷകർ എത്തുന്നതിന്റെ തെളിവാണ് 2018 നമ്മൾ കാണുന്നത്. ഒരു തിയേറ്ററിൽ 20-25 ഷോ വരെ ആകുന്നു. ജനങ്ങൾ നമ്മൾ ഉത്സവപ്പറമ്പിൽ കാണുന്നത്, നമ്മൾ കയറുമ്പോൾ ഒരു ആൾക്കൂട്ടം, ഇറങ്ങുമ്പോൾ ഒരു ആൾക്കൂട്ടം. നമുക്ക് വളരെ സന്തോഷമാണ്. സിനിമാ മേഖലയിൽ ഇരിക്കുന്നവർക്ക് വളരെ സന്തോഷമാണ്. അത്തരം സിനിമകൾ, നല്ല കണ്ടന്റ് ഉള്ള സിനിമകൾ കൊടുത്താൽ പ്രേക്ഷകർ എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശരിയാണോ? അതെ അതെ, അതാണ് ആ വിശ്വാസത്തിന്റെ മുകളിലാണ് നമ്മൾ ഈ സിനിമയിലേക്ക് ഇറങ്ങിയത് തന്നെ. ഏറ്റവും നല്ല സിനിമ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മളാലാവുന്നതെല്ലാം ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അകത്തേക്ക്. പിന്നെ അതിന്റെ ജനങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുകയോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കത് ബിരിയാണി ചെമ്പ് തുറക്കുന്ന പോലെയാ. അത് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല. അത് തുറക്കുന്നവരെ നമുക്ക് മൂടുന്നവരെ നമ്മുടെ കയ്യിലാണ്. ഓപ്പൺ ചെയ്താൽ പോയി. ഓപ്പൺ ചെയ്താൽ പിന്നെ നാട്ടുകാർ പറയും അത് നല്ലതാണെങ്കിൽ ഉദാഹരണം ഇല്ല കേട്ടോ. അല്ല, നമുക്കത്
അതായത് പ്രേക്ഷകർ നമുക്ക് കാശും തന്ന് 2 മണിക്കൂർ നേരം നമുക്ക് തല വെച്ച് തരികയാണ്. അതെ, മനസ്സിലായി, അവരുടെ മനസ്സും അവരുടെ ശരീരവും മൊത്തത്തിൽ നമുക്ക് വേണ്ടി സമർപ്പിച്ചു തന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളതിന് ഒത്തിരി ബഹുമാനത്തോടെ കണ്ട് ഒത്തിരി സീരിയസ്നെസ്സോടെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത്, കാരണം അവരുടെ ഉത്തരവാദിത്വം ഉണ്ടല്ലോ, ഒരാൾ നമ്മുടെ ടിക്കറ്റ് എടുത്ത് നമുക്ക് തല വെച്ച് തരുന്ന ആക്ച്വലി അതാണല്ലോ. അപ്പോൾ നമുക്ക് അവരോട് ഒരു ഉത്തരവാദിത്വം ഉണ്ട്. അപ്പൊ അവർക്ക് വർക്കായില്ലെങ്കിൽ അവര് ചീത്ത വിളിക്കുന്നത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് ദേഷ്യം വരും, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ സങ്കടം വരും. കാരണം നമ്മൾ ഇത്രയൊക്കെ അധ്വാനിച്ചതാണല്ലോ ഈ സിനിമ, എന്നിട്ട് ഇവരിതൊന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ പറയുന്നില്ലല്ലോ. പക്ഷെ അതിന്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. കാരണം അതൊരു ഈഗോ ആണ്, ഓതേഴ്സ് ഈഗോ. തീർച്ചയായിട്ടും ചീത്ത വിളിക്കുന്നവർക്ക് വിളിക്കാം, പക്ഷെ സിനിമ കണ്ടിട്ട് വേണം ചീത്ത വിളിക്കാൻ. അതെ, കാണാതെ വീട്ടിൽ നിന്ന് ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല. അതെ, ഇവിടെ മലയാള സിനിമയിൽ അങ്ങനെ നടന്നിട്ടുണ്ട്. ജിൻ എന്ന സിനിമ റിലീസാണ് എന്നോർത്ത് റിലീസ് മാറ്റിവെച്ചതുപോലെ അറിയാതെ ലൈവിൽ വന്ന് പറഞ്ഞ് ചീത്ത വിളിച്ചവരുണ്ട്. ഈ സിനിമ കൊള്ളത്തില്ല, പൊളിഞ്ഞു പോയ സിനിമയാന്ന് പറഞ്ഞു. അന്ന് ജിന്നി റിലീസായില്ല, ജിന്നിന്റെ തന്നെ ടെക്നിക്കൽ പ്രശ്നമായിട്ട് മാറ്റി വെച്ചു. അത്തരം ആളുകളും ഇവിടെ ഉണ്ട്, ഈ ലോകത്തുണ്ടെന്നാണ് അതിനകത്തൊരു ഉള്ളടക്കം പറഞ്ഞത്. എന്തായാലും നമുക്ക് നോക്കാം, പ്രേക്ഷകർ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കാണ്. ഈ പറഞ്ഞതുപോലെ ആ കോവിഡിന്റെ സമയത്ത് ഒരു ഫോൺ കോളിൽ ഒരു സിനിമയിലേക്ക് വരുന്നു, ഇത് പ്രൊഡ്യൂസിങ്ങിലേക്ക് വരുന്നു, അഭിനയത്തിലേക്ക് വരുന്നു. അഭിനയത്തിലേക്ക് തന്നെ ശരിക്കും കേന്ദ്രീകരിച്ചിട്ടുണ്ടെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഇപ്പം നിങ്ങളാണെങ്കിലും ശരി, ഒരു അഭിനയത്തിന്റെ സുഖം ഒന്ന് ശരിക്കും പിടിച്ചിട്ടുണ്ടോ? അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല. അല്ല, അങ്ങനെയല്ല, ഒരു ഡയറക്റ്റ് ചെയ്യാനുള്ള പരിപാടികൾക്ക് വേണ്ടിയിട്ടുള്ള അടുത്തൊരു സിനിമയിലേക്കുള്ള യാത്രക്കിടയിൽ വെറുതെ ഇരിക്കുന്നതിൽ നല്ലത് പല സെറ്റുകളിൽ പല സംവിധായകരോടൊപ്പം വർക്ക് ചെയ്ത് പലതും പഠിക്കാനും അറിയാനും ഒക്കെ നല്ലതാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പ്രൊഡക്ഷൻ എങ്ങനെയാണ് ഇപ്പം? പ്രൊഡക്ഷൻ മറ്റൊരു കമ്പനിയിൽ നിന്ന് മാറിയാണ് ഇത് പ്രൊഡക്ഷൻ ചെയ്തത്. ഇതിപ്പോ ഈ സിനിമ സംസാരിച്ചു വന്നു. അതെ, ഇത് അന്ന് അങ്ങനെ ഒരു പ്രൊഡക്ഷൻ മാറി ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുള്ള കാര്യമൊന്നും ആയിരുന്നല്ലോ കേട്ടോ. ഇത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു സിനിമ നമ്മൾ ചെയ്യുന്നു, അത് ഇഷ്ടപ്പെട്ടു, എന്നാൽ പിന്നെ നമ്മളങ്ങ് ചെയ്താലോ എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങി ഇതിന്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ആയപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് അങ്ങനെ അത്ര എളുപ്പത്തിൽ അങ്ങ് തീരുന്ന, കുറച്ച് കാശ് വേണ്ടി വരും ഇതിനെന്നുള്ള കാര്യം മനസ്സിലായി. അപ്പൊ നമ്മൾ മറ്റൊരു സുഹൃത്ത് അഭിഷേക് ശശിധരനെ നമ്മൾ സമീപിക്കുന്നു, കുറച്ചുകൂടെ കാശ് കിട്ടേണ്ടത് അത്യാവശ്യമാണ്, അതുകൊണ്ട് അങ്ങനെ പുള്ളി കൂടുന്നു. അങ്ങനെ ഉണ്ടായി വന്നതാണ്. അല്ലാതെ ഇത് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് എന്നാ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തേക്കാൻ ദിലീഷ് പ്ലാൻ ചെയ്തിട്ട് എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞ് അങ്ങനെയൊന്നും അല്ല അത്. അപ്പൊ അതൊരു സിനിമയോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് ഒരു ഇഷ്ടമാണല്ലോ ഒരു സിനിമയിലേക്ക് എത്തിക്കുന്ന എല്ലാവരും. ഇതിന്റെ ലൊക്കേഷൻ ഒക്കെ എവിടെയായിരുന്നു? ഇടുക്കിയിലാണ് ചെയ്തത്. ഇടുക്കിയാണ് അല്ലേ? ഭൂരിഭാഗം ഇടുക്കിയിലാണല്ലേ? ഇത്തരം കഥാപാത്രങ്ങൾ ഇപ്പം നായികയാണെങ്കിലും നമ്മൾ സിനിമയിൽ ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടില്ല, സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ആക്റ്റീവാണ്. ഈ നായിക ഇവരെയൊക്കെ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? നമുക്ക് ഈ സിനിമയ്ക്ക് വേണ്ടവരാണെന്ന് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? ഹാനിയ അങ്ങനെ ഒരു വലിയ താരമാണെന്ന് സത്യത്തിൽ ഞാൻ എൻ്റെ അടുത്ത് വന്നതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ വലിയ താരമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എനിക്ക് കുറെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് വിഷ്ണുവും കൃഷ്ണമണി അവർ രണ്ടുപേരുമാണ് പ്രധാനമായിട്ട് കാസ്റ്റിംഗ്. ഞാൻ അവരുടെ അടുത്താണ് അവരാണ് എഴുതുന്ന സമയത്ത് എൻ്റെ കൂടെ ഞാൻ നിന്നിട്ട് കാസ്റ്റിങ്ങിന്റെ ബ്രീഫ് നമ്മളിങ്ങനെ കൊടുക്കുന്നത്. അപ്പൊ ഇതിന് ദിലീഷ് ഞാനും കൂടെ തീരുമാനിച്ച കാര്യം, ഇതിന് നമ്മൾ താരങ്ങളെയോ കാര്യങ്ങളോ അങ്ങനെയൊന്നും നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ആരാണോ അതിന് അനുയോജ്യരായ ഒരു ക്യാരക്ടർ ലുക്ക് എന്നുള്ള കാര്യം വെച്ചിട്ട് നമുക്ക് അങ്ങ് തീരുമാനിക്കാം. അത് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങനെ പലരെയും നോക്കിയ കൂട്ടത്തിലാണ്. ഹനിയുടെ ഇത് കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര സ്ട്രൈക്കായി. അപ്പൊ ഞാനിത് എന്റെ മോനെ അയച്ചു കൊടുത്ത സമയത്ത് അവൻ പറഞ്ഞു ഹായ് ഹാനിയ എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് തിരക്കല്ലോ എന്ന് പറഞ്ഞു മനസ്സിലായില്ല. അതുവരെ എനിക്ക് ഹാനിയനെ ഞാൻ ഇതിന്റെ തീരുമാനിക്കുന്നവരെ എനിക്കറിയില്ല. തീരുമാനിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ നോക്കി, അവൻ ഹായ് ഹാനിയ എന്ന് പറഞ്ഞപ്പോ ഞാൻ നോക്കി, പിന്നെ എവിടെയാണ് ശരിയായ തീരുമാനത്തിൽ എത്തിയിരിക്കുന്നു. പക്ഷെ ഞാൻ അങ്ങനെ ഒരു ഇൻഫ്ലുവൻസോ ഫോളോ ചെയ്ത് കണ്ടിട്ടൊന്നും അല്ല എടുത്തിരുന്നത്. ഹാനിയ അഭിനയിക്കുമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ ചോദിച്ചതാണ്, ചോദിച്ചു അഭിനയിക്കാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ട്രൈ ചെയ്യാം, ഞാൻ മുമ്പ് അഭിനയിച്ചിട്ടൊന്നുമില്ല, ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞു. നമുക്ക് അത്രേ വേണ്ടു, ട്രൈ ചെയ്യാന്ന് പറയുന്ന ആൾക്കാരായാൽ മതി. അങ്ങനെ പറയുന്നവരാണല്ലോ നമുക്ക് വന്നത്. പിന്നെ അവരെ ട്രെയിൻ ചെയ്തെടുക്കുക നമ്മുടെ ഒരു കടമയാണ്. ട്രെയിൻ ചെയ്തെടുക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അവള് ഓരോ ദിവസം നമ്മൾ ഞെട്ടിച്ചോണ്ടിരുന്നതാണ്. ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും നല്ലൊരു സിനിമയിൽ അഭിനയിക്കാൻ എത്തുന്നത് സുരക്ഷിതമായ കരങ്ങളിലേക്കാണ് വന്നത്. അതാണ് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത് താങ്കളിൽ നിന്നും, അല്ലെ? ഒരിക്കലും പ്രതീക്ഷയില്ല ഒരു സിനിമയിലേക്ക് എത്തുമെന്ന്. ഇല്ല. മോഹമുണ്ടായിരുന്നു? പണ്ട് എല്ലാവർക്കും പക്ഷെ സിനിമ എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് കാണുന്ന ഒരു ഫീൽഡാണല്ലോ. പക്ഷെ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. ആരടുത്ത് എന്തെങ്കിലും ചോദിച്ചാലും നല്ലൊരു ക്രൂ, നല്ലൊരു കാസ്റ്റിന്റെ കൂടെ ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ എപ്പോഴൊക്കെയോ ഇങ്ങനെ തലയിൽ തോന്നിയിട്ടുണ്ടെന്നല്ലാണ്ട് ഇങ്ങനെ സീരിയസ്ലി ഇറങ്ങണം തീരുമാനിച്ചിട്ടില്ല. എങ്ങനെയാ ഇതിൽ എത്തിയപ്പോൾ വിശ്വസിച്ചിരുന്നു ആദ്യമേ? ഇല്ല. ഇപ്പൊ വിശ്വാസത്തിലിരിക്കുമല്ലേ? ഇപ്പോഴാണ് ക്ലിക്കായത്. ഭയങ്കര സറിയലായിരുന്നു. ഒന്നാമത് ക്രൂ എനിക്കാണെങ്കിലും ദിലീപ് സാറിനെ ആണെങ്കിലും രഞ്ജിത്ത് സാറിൻ്റെ ആണെങ്കിലും പേരൊക്കെ കേട്ടപ്പോഴത്തേക്കും എനിക്ക് മെസ്സേജ് വന്നത് ഞാൻ കുറേ നേരം ഇങ്ങനെ വായിച്ചു. ഞാൻ
അത് തന്നെ ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി കുറച്ച് കുറച്ച് സമയം എടുത്തു. പിന്നെ വീട്ടിലൊന്ന് പറഞ്ഞു, ഇത് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്, എനിക്ക് ട്രൈ ചെയ്യാണ്ട് വിടണ്ട, എങ്ങനെയാവും അറിയില്ല, എനിക്ക് പറ്റുമെന്നുള്ളത് അറിയില്ല. അപ്പം അങ്ങനെ ഒരു ട്രൈ ചെയ്ത് നോക്കിയതാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്, ഈ സ്കൂള്? കുറേ പഠിച്ചു. ആ ഒരു 2 months പോയായിരുന്നു ഷൂട്ട്. അപ്പം ആ ഒരു ടൈമിൽ ആക്ടിങ്ങിനെ പറ്റിയിട്ടും പിന്നെ ഒരു സെറ്റിൽ എന്തൊക്കെ നടക്കാം, ചിലപ്പം വിചാരിക്കുന്നതായിരിക്കില്ല നടക്കുന്നത്, ചില പ്ലാൻ ചെയ്ത കാര്യങ്ങളിൽ അപ്പുറമായിരിക്കും നടക്കുന്നത്. അപ്പം അതൊക്കെ കുറേ പഠിച്ചു, അതിനനുസരിച്ച് എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത് പഠിച്ചു. ഇനിയിപ്പോ ഈ സിനിമ കഴിഞ്ഞിട്ട് ഒരു മലയാള സിനിമയിൽ അറിയപ്പെടുന്ന നായികയായിട്ട് മാറട്ടെ, അതെ, നമ്മളെല്ലാം അങ്ങനെ ആഗ്രഹിക്കുന്നു. ഒരു പുതിയ ആളുകൾ വരുമ്പോൾ ഒരു സിനിമയിൽ നിന്ന് ആളുകൾ ഏറ്റെടുക്കണമല്ലോ. അപ്പൊ അതിനുള്ള കൂട്ടുകെട്ടിലെത്തിയത്, അതുകൊണ്ട് എനിക്ക് വിശ്വാസമുണ്ട് അത്രയും എത്തുമെന്ന്. ദിലീഷേട്ടാ ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഇത്രയും കഴിവുള്ളവർ അല്ലെ എവിടെ ഇരിക്കുന്നു, ഇത്രയും കഴിവുള്ളവർ പുറത്ത് ഒത്തിരി ആളുകളുണ്ട്. എന്നിട്ടാണ് ഈ മറ്റുള്ളവരുടെ പുറയിലേക്ക് ഈ സിനിമാ നിർമ്മാതാക്കളൊക്കെ ഓടിയെത്തുന്നത് പ്രശ്നക്കാരുടെ മുമ്പിലേക്ക്, അല്ലെ? അങ്ങനെ പ്രശ്നക്കാരൊന്നും ഇല്ലെന്നേ. ഇല്ല അല്ലെ? അല്ല, ഇങ്ങോട്ട് പറഞ്ഞോളാൻ പറഞ്ഞു. അല്ല, അങ്ങനത്തെ പ്രശ്നക്കാരൊന്നും സിനിമയില്ല. നമുക്ക് പ്രശ്നക്കാരെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകാതിരുന്ന പോലെ. ഇത് വളരെ സിമ്പിൾ അല്ലേ, നമുക്ക് അത്ര ഓപ്ഷൻസ് ഉണ്ട്. ഒന്നിനൊന്നും മികച്ച നടന്മാരാണ് എല്ലാവരും. പണ്ടത്തെ പോലെ ഒന്നും അല്ലല്ലോ, എല്ലാവരും വളരെ സീരിയസ് ആയിട്ടാണ് ഈ ഒരു കാരണം എല്ലാവർക്കും അറിയാം അപ്പുറത്തിരിക്കുന്ന ആൾ വളരെ ടാലന്റഡ് ആണ്. ഞാൻ ഒരു സിനിമ ചെയ്യുമ്പോൾ അറിയാം നല്ല മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാർ ചെയ്തിരിക്കുന്ന സിനിമകൾക്കിടയിലേക്കാണ് എൻ്റെ സിനിമ ഇനി വരാൻ പോകുന്നത്. അപ്പൊ ഞാൻ അങ്ങോട്ട് വളരേണ്ടിയിരിക്കുന്നു ഒരു സിനിമയിൽ. അതേപോലെ ഓരോരുത്തരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പിടിച്ചു നിൽക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് ഇതിൽ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പ്രശ്നക്കാരൊന്നും ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. എന്തെങ്കിലും കുഴപ്പങ്ങൾ അറിയാതെ സംഭവിച്ചു പോകുന്ന പ്രശ്നങ്ങളല്ലാതെ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരൊന്നും എനിക്ക് തോന്നുന്നില്ല അങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്ന്. അങ്ങനെയുള്ള ആൾക്കാർ സിനിമയിൽ വരാതിരുന്നാൽ പോലെ. അവര് വരാതിരിക്കുകയും ചെയ്യാം, നമ്മൾ പോകാതിരിക്കുകയും ചെയ്യാം. തീർച്ചയായിട്ടും രണ്ടും ഉണ്ടല്ലോ അല്ലെ? തീർച്ചയായിട്ടും 2 റൂട്ടും ഉണ്ടല്ലോ. ഇല്ല, ഒരു സിനിമയ്ക്ക് ബാധ്യതയാണെങ്കിൽ അധികം കാലം ഒന്നും അയാൾക്ക് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ പറ്റില്ലെന്നേ. സ്വാഭാവികമല്ലേ. നമ്മൾ ആർക്കാണ് ഒരുപാട് നാള് നമുക്ക് കംഫർട്ട് അല്ലാതെ ഒരു ആക്ടറെ വെച്ചിട്ട് ആരാണ് വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്? സ്വാഭാവികമായിട്ടും 6 മാസം കൊണ്ട് 1 കൊല്ലം കൊണ്ട് നിരന്തരമായിട്ടുള്ള ശല്യങ്ങളാണെങ്കിൽ അങ്ങനെ ഫീൽഡ് ഔട്ടായി പോകും. അങ്ങനെ സിനിമയുടെ അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കാത്ത ഒരുപാട് ആളുകൾ അങ്ങനെ ഫീൽഡ് ഔട്ടായി പോയിട്ടുള്ള ഇൻഡസ്ട്രി തന്നെയാണ്. അതിന് പ്രത്യേകിച്ച് വേറെ ഒന്നിൻ്റെ ആവശ്യം തന്നെ ഇല്ല. അവർ തന്നെ അതിൽ നിന്ന് അവരനാവശ്യമായിട്ട് മാറും. കാരണം സിനിമയ്ക്ക് അങ്ങനെ ആരെയും വലിയ അത്യാവശ്യമൊന്നുമില്ല. സിനിമ അവർക്കാണ് വേണ്ടത് അല്ലെ? നമുക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവർക്കാണ് വേണ്ട സിനിമ. ഇപ്പം താങ്കൾ നിർമ്മാതാവോ ഡയറക്ടറാണ്, ഞാൻ ഒരു ആക്ടറാണ്, എനിക്കാണ് സിനിമ വേണ്ടത്, താങ്കൾക്ക് സിനിമ വേണം. അപ്പൊ ഒന്നല്ലെങ്കിൽ അടുത്ത ആളിലേക്ക് ഓപ്ഷനിലേക്ക് പോകുന്നതാണ് ഉദ്ദേശം. അതാണല്ലോ അതിന്റെ കൃത്യമായ മറുപടി. ഡയറക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ ഏത് പ്രൊഡ്യൂസറാണ് എന്നെ വിശ്വസിക്കുക, എനിക്ക് വേണ്ടി നിൽക്കുക, എനിക്കൊരു കാലതാമസം വേണ്ട ഫീൽഡ് ഔട്ട് ആവാൻ. ഒരു സമയകൃത്യത കൃത്യമാകണ്ടേ ഒരു സിനിമയിൽ? ഇപ്പം ദിലീഷ് ചേട്ടനൊക്കെ അല്ലെങ്കിൽ രഞ്ജൻ ചേട്ടനൊക്കെ ഒരു ഫ്രെയിം വെക്കുകയാണ്, എനിക്ക് 6 മണിക്കാണ് ഫ്രെയിം, എനിക്ക് ആ മോർണിംഗ് ലേറ്റ് കിട്ടണം എന്ന് വെക്കുമ്പോൾ കൃത്യത പാലിക്കാത്ത നടന്മാരുണ്ടെന്നാണ് ഏറ്റവും വലിയ പരാതി വന്നിരിക്കുന്നത്. കൃത്യത പാലിക്കാത്ത നടന്മാരുണ്ടെന്ന് ഏറ്റവും വലിയ പരാതി വന്നിരിക്കുന്നത്. അല്ല മറ്റേ ലഹരി ഉപയോഗിക്കുന്നൊന്നും പരാതിയായിട്ട് അവിടെ വന്നതല്ല, കൃത്യമായിട്ട് സമയത്ത് എത്തുന്നില്ല. അതൊരു വലിയ പോരായ്മയിൽ അവരിൽ നിന്നുണ്ടാകുന്നു ചേട്ടാ. അല്ല, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ല കാര്യമല്ല, തീർച്ചയായിട്ടും അല്ല. കാരണം നമുക്ക് സമയമൊക്കെ അതിൻ്റെ പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് സിനിമ അങ്ങനെ ചിലപ്പോൾ രാത്രിയിലും പകലും വെളുപ്പിനെയൊക്കെ ആയിട്ടൊക്കെ ഷൂട്ട് ചെയ്യേണ്ട സാഹചര്യങ്ങൾ അല്ലെങ്കിൽ മേക്കർ ചിലപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ പടങ്ങൾ അങ്ങനെ പല സമയങ്ങളിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ പലരും വന്നിട്ടുമുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട്. വരാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, വരണം. അല്ല, മറ്റൊരു കാര്യമുണ്ട്. ഇതിപ്പോ ഇവർ അഭിനയിക്കേണ്ട സീൻ ഇവർ തന്നെ അഭിനയിക്കണമല്ലോ. അതുകൊണ്ട് ഇവർ ലേറ്റ് ആയതുകൊണ്ട് ഇവർക്ക് വലിയ ഗുണമൊന്നുമില്ലല്ലോ. ആ സീൻ എന്നാൽ വേറെ ആരെങ്കിലും അഭിനയിച്ചോളൂ, അതുകൊണ്ട് നമുക്ക് ഇന്ന് ലേറ്റ് ആയി, അങ്ങനെയല്ലല്ലോ. അവരെന്നെ ചെയ്യണം അത്. അപ്പൊ അതുകൊണ്ട് അത് മനഃപൂർവ്വമായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം വെച്ചാൽ സിനിമയിൽ ഏറ്റവും കൂടുതൽ സാക്രിഫൈസ് ചെയ്യുന്ന ആക്ടേഴ്സാണ്. കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ക്യാമറ എടുത്ത് എനിക്കൊരു കുട പിടിച്ച് നിൽക്കാം. ഇവർ അത്രയും ചൂടുള്ള വെളിച്ചത്ത് പോകണം, ആ വെയിലത്ത് പോകണം, മഴയാണെങ്കിലും വെള്ളമാണെങ്കിലും. ഇപ്പൊ 2015 ഷൂട്ട് ചെയ്യുന്ന എത്ര ദിവസം വെള്ളത്തിൽ കിടന്നേ? എളുപ്പമുള്ള പണിയല്ല അത്, അത്രയും കഷ്ടപ്പാടുള്ള പണി തന്നെയാണ്. അപ്പൊ പിന്നെ മാത്രമല്ല, അവരെപ്പോഴും ഒരാളായി ഇരിക്കുമ്പോൾ തന്നെ അവർ അടുത്ത കട്ടിൽ അവർ മറ്റൊരു കഥാപാത്രമാവണം. അപ്പൊ ഇവർക്ക് ഈ പറഞ്ഞൊരു ബൈപോളാർ ഡിസോർഡർ ഉണ്ടാവണം, എന്നാലല്ലേ ഒരു നല്ല നടനാവുന്നത്. ഒരു സെക്കൻഡ് കൊണ്ട് അത് അങ്ങനെ സ്പ്ലിറ്റ് ആവുന്നത്. സോ അവർ കുറച്ചുകൂടെ അവരുടെ ടെമ്പർമെന്റ് കുറച്ചുകൂടെ അങ്ങനെയാണ്. നമ്മൾ ഒരു ആർട്ടിസ്റ്റിനെ ഡീൽ ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഇത് സാധാരണ മറ്റ് ബിസിനസ്സുകൾ പോലെ അല്ല സിനിമ നിർമ്മിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആയാലും. കാരണം ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു പ്രൊഡ്യൂസർ ചെയ്യുന്നത് എന്താ? എന്റെ ഒരു സ്വപ്നത്തിന്റെ പുറകെ കാശിറക്കുകയാണ്. ഞാനെന്തോ എന്റെ മനസ്സിൽ കണ്ട എന്റെ ഒരു സ്വപ്നം, അതിനെ ദിലീഷ് പോത്തൻ വിശ്വസിച്ചിരിക്കുന്നു എന്നതിന്റെ പേരിൽ, അല്ലെങ്കിൽ മോഹൻലാൽ വിശ്വസിച്ചിരിക്കുന്നതിന്റെ പേരിൽ അതിന് മുകളിൽ കാശിറക്കുകയാണ് ഒരു പ്രൊഡ്യൂസർ. സോ അപ്പൊ ആ പ്രൊഡ്യൂസർ ചെയ്യുന്ന ഒരു സാധാരണ അയാൾക്ക് എന്താണ് ഈ പ്രൊഡക്റ്റ് വരാൻ പോകുന്നതെന്ന് അറിയാതെ എടുക്കുന്നത്. അതുകൊണ്ട് പ്രൊഡ്യൂസറും ഭയങ്കര സാക്രിഫൈസ് ചെയ്യുന്ന ആളാണ് തീർച്ചയായിട്ടും. പക്ഷെ നടനെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ശരീരവും മനസ്സും അതിനുവേണ്ടി സമർപ്പിച്ചിരിക്കുന്ന ആളാണ്.
അപ്പൊ അതുകൊണ്ട് അവരുടെ ടെമ്പർമെന്റ് ഒരു വേറെ രീതിയിലായിരിക്കും. പകുതി ക്യാരക്ടർ അവരിൽ അപ്പോഴും ജീവിച്ചിരിക്കും. ഇപ്പൊ വിഷ്ണുവിനൊക്കെ വിഷ്ണുവിനെ ഞാൻ ഈ ക്യാരക്ടറിന്റെ മുമ്പേ ചെയ്യുന്നതിന് മുമ്പേ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ആ ക്യാരക്ടറിന് വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ പഠിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് വിഷ്ണുവിലുണ്ടായ മാറ്റം ജസ്റ്റ് വിഷ്ണു എന്ന് പറഞ്ഞു കൊടുക്കുക. ആ വീഡിയോ കണ്ടപ്പോൾ അതുവരെ അവന് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റാത്തൊരു വിഷ്വൽ, അത് നോക്കാതിരിക്കാൻ പറ്റാത്തൊരു വിഷ്വല് അവന് ഭയങ്കര ഇഷ്ടത്തോടുകൂടെ കാണുന്ന ഒരാളായി മാറി ആ ക്യാരക്ടർ കയറുന്ന സമയത്ത്. അപ്പൊ അതിന്റെ ഇടയിൽ പലപ്പോഴും അയാൾ വിഷ്ണു ആണ്, പക്ഷെ അയാൾ ആ ക്യാരക്ടറുമാണ്. അപ്പൊ ഞാൻ സംസാരിക്കുന്നത് ഈ രണ്ടുപേരും അയാളുടെ ഇടയിൽ നിന്നുകൊണ്ടാണ് ഞാൻ അവരോട് സംസാരിക്കേണ്ടത്. കാരണം അവരുടെ ടെമ്പർമെന്റ് എന്റെ കയ്യിലായിരിക്കുന്നത്. അപ്പൊ അവര് എന്നെ ഫ്രെയിമിലേക്ക് അവരെങ്ങനെ വരണോ അതിന് മുമ്പേ ഞാൻ അവരോട് അങ്ങനെ പെരുമാറിയിരിക്കും. അവർക്ക് എന്നോട് ദേഷ്യം തോന്നും ചിലപ്പോൾ, അതൊക്കെ ഉണ്ടാവും. ഞാനത് മൈൻഡ് ചെയ്യാറില്ല. കാരണം എന്റെ ഫ്രെയിമിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ എന്റെ മൂഡ് എനിക്ക് കിട്ടണമെങ്കിൽ ഇവരെ ഞാൻ എന്ത് ചെയ്യണം എന്ന് ഞാൻ തീരുമാനിച്ച് ഞാനത് ചെയ്തിരിക്കും. അതാണ് അതിലുള്ള എന്റെ ആർട്ട്. ഒരു പരിധി വരെ ഈ ഒരു ആർട്ട് പ്രൊഡ്യൂസേഴ്സും ഇതുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. കാരണം എല്ലാവരും കലാകാരന്മാരാണ് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അവർ വളരെ എന്താ പറയേണ്ടത്, ഒരു വലിഞ്ഞു മുറുകിയ വീണക്കമ്പി പോലെ ഇരിക്കുന്ന ആളുകളാണ് ഇവർ. അതുകൊണ്ടാണല്ലോ ഇവർക്ക് ഈ കലയും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വലിയ വലിയ കാര്യങ്ങളായി കാണാൻ കഴിയുന്നതാണല്ലോ ഒരു കലാകാരൻ. അതിലൊരു ബാക്കിയുള്ളവർക്ക് ഒരു കഥയും തോന്നാത്തടത്ത് നമുക്കൊരു കഥ തോന്നണം. അതാണല്ലോ ഒരു കലാകാരന്റെ പ്രശ്നം. അപ്പൊ കൂടുതൽ ബെറ്റർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാന്നുള്ള ഇപ്പൊ നടക്കുന്ന പരിപാടികൾ എനിക്ക് തോന്നുന്ന ഒരുമാതിരി വെറുതെ കുറെ ഒച്ചയും വിളി ഉണ്ടാക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഒരു റിസൾട്ടും ഇല്ലാത്ത കാര്യമാണത്. തൽക്കാലം യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നത് ഓക്കെ, ബാക്കി അതൊഴിച്ച് സിനിമ ചെയ്തുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. ആൾക്കാർ വെറുതെ സിനിമക്കാരൊക്കെ ഭയങ്കര കുഴപ്പമാണ്, എല്ലാവരോടും ലഹരിക്ക് അടിമപ്പെട്ട് നടക്കുകയാണ്, ആരും ഒരു പണിയും ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള രീതിയിലാണ് ആരും ഒരു പണിയെടുക്കാതെ ഇത് കണ്ട സിനിമകളും കൂടെ ഇറങ്ങും. ഇതെല്ലാം പറയുന്നത് യൂട്യൂബർമാരല്ല, അസോസിയേഷനിലോ വാർത്താ സമ്മേളനം വിളിച്ചാണ് പറയുന്നത്. അത് ശ്രദ്ധിച്ചില്ലേ? പിന്നെന്താ വാർത്താ സമ്മേളനം വിളിച്ചിട്ട് പറയുന്നു ഇന്ന ആളുകൾ ഈ സിനിമാ ലൊക്കേഷനിൽ പ്രശ്നങ്ങളുണ്ടാവും, ഇവർ സമയത്തിന് വരില്ല, ഇവർ ലഹരി ഉപയോഗിക്കുന്നു, ഇവരുമായിട്ട് ഞങ്ങൾ സഹകരിക്കില്ല. ഇവർ പറയുന്നതാണ് നമ്മളൊക്കെ കൊടുക്കുന്നത്. അതെ, അവർക്ക് ഞാൻ പറയുന്നത് അതേപോലെ ചെയ്താൽ മതി. ഏത് സിനിമ എടുക്കാൻ പോകുന്ന സമയത്ത്, ഞാനിപ്പോ ഒരു നടനെ വെച്ച് സിനിമ എടുക്കാൻ പോകുന്ന സമയത്ത് ഞാൻ അന്വേഷിക്കുമല്ലോ അയാൾ എങ്ങനെയാണ്, അയാൾ സഹകരിക്കുകയോ, അയാൾ പ്രശ്നമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ വെക്കണ്ടല്ലോ. അത് തന്നെയാണ് നമ്മളിപ്പോ പിന്നെ അങ്ങനെ പ്രശ്നമാണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ ഒരാളെ വെക്കും. എന്തുകൊണ്ടാ? അയാൾക്ക് പകരം നമുക്ക് ഒരാളെ കാണാൻ പറ്റുന്നില്ല, അയാൾ വേണം അതിന്. അവനൊരു ആക്ടറാണ്. അപ്പൊ തിരുക്കുത്ത് സഹിച്ചേ പറ്റൂന്ന എന്റെ അഭിപ്രായം. കാരണം നമുക്ക് എന്തായാലും അയാൾ വേണം. പിന്നെ പരാതിയായിട്ട് വരരുത്. പിന്നെ പരാതിക്ക് അർത്ഥമില്ല. കാരണം നമ്മളാണ് പോയി വിളിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്, കാശ് കൊടുത്താ കൊണ്ടുവരുന്നത്. അല്ലാതെ വെറുതെ അയാൾ ഞാൻ വന്ന് അഭിനയിക്കാം, ഫ്രീ ആയി അഭിനയിക്കാന്ന് അഭിനയിച്ചാലല്ലോ. അല്ല, കാശ് കൊടുത്ത് നമ്മളൊരു സാധനം വാങ്ങുമ്പോ എന്താണ് ഇത്, ഈ പട്ടി കടിക്കോ ഇല്ലയോ കുരയ്ക്കോ നമ്മൾ നോക്കണ്ടേ? തീർച്ചയായിട്ടും. എന്നിട്ട് വേണം അത് വാങ്ങിക്കാൻ. അത് കഷ്ടമാണ്. അപ്പൊ പിന്നെ ഈ വിവാദങ്ങൾക്ക് എന്താ അർത്ഥമുള്ളത്? അപ്പൊ ഈ പറയുന്നത് പോലെ നമ്മള് തന്നെ ചിന്തിക്കണം ഒരു ആക്ടറിന്റെ അടുത്ത് പോകുമ്പോൾ. പിന്നെന്താ, കയ്യിൽ നിന്ന് കാശ് കോടികളോ മുടക്കിയിട്ടല്ലേ സിനിമ എടുക്കുന്നത്? ചില്ലറ കളിയാണോ? നിങ്ങൾ 3 കോടി മുടക്കി ഒരു സിനിമ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ 10 കോടി തിയേറ്ററിൽ നിന്ന് വന്നാലേ ഈ 3 കോടി വരൂ. നിങ്ങൾ എങ്ങോട്ടാ ഇറങ്ങുന്നത്? വർഷത്തിൽ 200 പടം ഇറങ്ങുന്ന സ്ഥലത്ത് 2 പടങ്ങളോ അല്ലെ 3 പടങ്ങളോ ഓടുന്ന ഒരു സ്ഥലത്തേക്കാണ് മത്സരമായിട്ട് ഇറങ്ങുന്നത്. അപ്പൊ ഇത്തിരി കൂടെ ബോധത്തോടു കൂടി എല്ലാവരും നിൽക്കട്ടെ. നാളെ നടന്മാർ മാത്രമല്ലല്ലോ, പ്രൊഡ്യൂസേഴ്സ് ആയാലും എല്ലാവരും കുറച്ച് ചിന്തിച്ച് ആലോചിച്ചൊക്കെ ചെയ്യണം. വലിയ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള കാര്യമാണ്. കാരണച്ച് ആരെയും പറയണ്ട, എല്ലാവരും ഇതിനകത്ത് ഭാഗവാക്കാണ്. തീർച്ചയായിട്ടും കൂട്ടായ ഉത്തരവാദിത്വം ഉണ്ട്. നമുക്ക് വേണ്ട എന്ന് വെച്ചാൽ വേണ്ട, വേണമെന്ന് വെച്ചാൽ വേണം. അവരങ്ങ് അഭിനയിക്കുവാണെങ്കിൽ അഭിനയിക്കട്ടെ, ഇല്ലാത്തവർക്കും പോട്ടെ, അല്ലേ? അത്രയല്ലേ ഉള്ളൂ, അല്ലേ നിഷേട്ടാ? ആ പകരം വെക്കാനില്ലാത്തതായി ഒന്നുമില്ല ഈ ലോകത്ത്. എത്രയോ പേര് നല്ല നല്ല നടന്മാർ മരിച്ചു പോയിരിക്കുന്നു, അല്ലേ? അതുകൊണ്ട് സിനിമ തീരുന്നില്ല. ഞാൻ പറഞ്ഞ അതല്ല, സിനിമകൾ ഉണ്ടാവുന്നുണ്ട്, അല്ലേ? എത്രയോ പേര് നമുക്ക് അവർക്ക് പകരം വെക്കാൻ ഇല്ലാത്ത നടന്മാരാണ്. സിനിമകൾ നടക്കും. അപ്പം ഒരു നടനില്ലെങ്കിൽ അടുത്ത നടൻ എന്നുള്ള ഓപ്ഷനിലേക്ക് പോവുക. അങ്ങനെയുള്ള ആളുകളെയാണ് ഇപ്പോൾ നിങ്ങൾ ഒരു നായികയെ കൊണ്ടുവന്നിരിക്കുന്നു. സത്യേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് പുള്ളി പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യനന്ദിക്കാണ്. പുള്ളി പറഞ്ഞ വെച്ചാൽ കുതിര ഒരു അടക്കാൻ പറ്റാത്ത ഒരു കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെയാണ് സിനിമ. സിനിമ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതിന്റെ മുകളിൽ കയറി പിടിച്ചിരിക്കാൻ നോക്കുമ്പോൾ ആ കുതിര നമ്മളെ കുടഞ്ഞിട്ട് താഴെ ഇട്ടിട്ട് പോകും. പിന്നെ നമ്മൾ ഇതിന്റെ മുകളിൽ പിടിച്ചു വലിച്ച് കയറണം. അങ്ങനെ കയറിയാണ് അവർ ഇത്രയും കാലം നിലനിന്നത്. അത് ഒരു ഗുണപാഠമായിരിക്കട്ടെ. കാരണം നമുക്കാണ് വേണ്ടത് ഈ കുതിരപ്പുറത്ത് കയറല്. കുതിര പോയിക്കോളും. ആരെങ്കിലൊക്കെ മിടുക്കന്മാർ കുതിരപ്പുറത്ത് കയറി അതിനെ കൊണ്ടുപോകും. വലിയ ബോസ് കാണിച്ചിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കില്ല അവിടെ. മനസ്സിലായില്ലേ? അതാണ് സിനിമയുടെ കാര്യം. അത് വലിയ ഉദാഹരണമാണ് കേട്ടോ. എല്ലാവർക്കും എല്ലാം കിട്ടുന്നവർക്ക് കിട്ടിയിട്ടുണ്ട്, കൊള്ളുന്നവർക്ക് കൊണ്ടിട്ടുണ്ട്. അത്രേ ഉള്ളൂ ഈ ഉദാഹരണത്തിലെല്ലാം. ഇനിയെങ്കിലും നന്നാകട്ടെ എല്ലാവരും. സിനിമ നന്നായ വ്യവസായമായി മാറട്ടെ. എല്ലാവരും നന്നായിരിക്കുന്നത്. നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താതിരുന്നാൽ മതി. എല്ലാവർക്കും എല്ലാവരുടേതായ അവസ്ഥകളുണ്ട്, ടെമ്പറേച്ചറുകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. എല്ലാവരും നന്നാവാൻ വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. നന്നായില്ലേ നമുക്കൊന്നും നിലനിൽപ്പില്ലല്ലോ, ഒരിക്കലും ഉണ്ടാവില്ല. എന്തായാലും ഈ സിനിമയിലേക്ക് വേണ്ടി നമ്മൾ തിരിച്ചെടുക്കും. വീണ്ടും ഇതിലേക്ക് തന്നെ തിരിച്ചു വരുന്നതാണ്. 2 പോയിന്റോടെ കിടപ്പുണ്ട്, അതിലേക്ക് വരും. ഞാൻ സിനിമയിലേക്ക് തിരിച്ചെത്തുമ്പോൾ നല്ലൊരു കഥ എന്താണ് കേൾക്കുന്നത്, അല്ലേ? നിങ്ങൾ 2 ഡയറക്ടർമാരും കൂടെ ആണല്ലോ.
നിങ്ങളിരുന്ന് ഈ കഥ പറയുമ്പോൾ എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു മൂഡ്? താങ്കൾ ഡയറക്ടറാണ്, ഇതിനകത്ത് പൈസ മുടക്കുകയാണ്, അഭിനയിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ ഒരു മൂഡ് എന്തായിരുന്നു? അല്ല, മൂടൊന്നുമില്ല. സാറ് രഞ്ജൻ പ്രഭു എന്ന് പറയുന്ന ഫിലിം മേക്കർ ഇന്ന് വരെ ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ ഫിലിമോഗ്രാഫി വെച്ചിട്ട് ഭയങ്കര ആരാധന തോന്നുന്ന സിനിമകളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്ര ഒരു സിനിമയുടെ ഭാഗമാകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ രഞ്ജൻ സാർ എന്താണ് ഈ പുതിയ ഇപ്പൊ പറയുമ്പോഴും ഈ പടത്തിന്റെ ഈ ഫൈനലായിട്ട് വരുന്ന ഒരു ഔട്ട് നമ്മളോട് പറയുകയല്ലോ. സാറിന്റെ മനസ്സിൽ തോന്നുന്ന ചെറിയ ചെറിയ ആലോചനകൾ, ചിന്തകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഷെയർ ചെയ്യുന്നു. അതിന്റെ റൂട്ടിലാണ് നമ്മളും കൂടെ ഇങ്ങനെ എക്സൈറ്റഡ് ആകുന്നു. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ചിന്ത വന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം, ഇങ്ങനെ ഒരു നമ്മൾ അതിങ്ങനെ ആ ഒരു പ്രോസസ്സിന്റെ ഭാഗമാകുക എന്നുള്ളതാണ്. അപ്പം അതിങ്ങനെ രസമായിട്ട് ഇങ്ങനെ ഓരോ ദിവസവും ഓരോരോ ഘട്ടങ്ങളായിട്ടാണ് അതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും സാറിന്റെ അടുത്തൊരു ചിന്തയുടെ കൂടെ നിൽക്കുക എന്നുള്ളത് മാത്രമേ ഞാനപ്പം ചിന്തിച്ചിട്ടുള്ളൂ. അത്ര ഒരു ചിന്താഗതിയിലൂടെ യാത്ര ചെയ്തപ്പോൾ തന്നെ നല്ലൊരു പ്രൊജക്ട് കിട്ടിയെന്ന് കൂടെ നമുക്ക് ചിന്തിക്കാം. അതെ അതെ, അതാണ് ഏറ്റവും കറക്റ്റ് അല്ലേ? വിഷ്ണു പറ്റില്ലോ. തീർച്ചയായിട്ടും. വിഷ്ണു ഈ പറഞ്ഞ പോലെ പറഞ്ഞൊക്കെ കേട്ടല്ലോ അല്ലേ? കുതിരയിൽ അള്ളിപ്പിടിച്ചിരുന്നോണം, കുതിര കുടഞ്ഞിടും. നല്ലൊരു സിനിമയിലാണ് വന്നിരിക്കുന്നത്, നല്ലൊരു വേഷമാണ് തന്നിരിക്കുന്നത്. ഇവിടുത്തെ എല്ലാ ഇൻഡസ്ട്രിയിലെ വാർത്തകളും കേട്ടു പോകുന്ന എന്നെ പോലെ ഇവിടെ നിന്ന് ആങ്കർ ചെയ്യുന്ന ഒരാളാണ് താങ്കളും അല്ലേ? നമ്മളെല്ലാവരും ഞാൻ സാറിന്റെ കഴിഞ്ഞ സിനിമയിൽ, അതായത് രക്ഷാധികാരി പേജിൽ സാറിനെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ആ സിനിമ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയി ഞാൻ. ഞാൻ പറയാൻ എനിക്ക് ഭയങ്കര റീവാച്ച് ചെയ്യാൻ തോന്നുന്ന സിനിമയാണ് രക്ഷാധികാരി പേജ്. അപ്പൊ അതില് ഞാൻ ദിലീഷേട്ടനെ കാണുമ്പോൾ പറഞ്ഞു എനിക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ട വിളിച്ചേട്ടനും ദിലീഷേട്ടനും കൂടെ ഗ്രൗണ്ടിൽ ഇരുന്ന് ഒരു കോൺവെർസേഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മളിപ്പോ അവിടെ ഇരുന്ന് ചോദ്യങ്ങൾ ചോദിച്ച് എങ്ങനെ ആ സിനിമ ഉണ്ടാക്കിയ അല്ലെ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹം നെക്സ്റ്റ് ചെയ്യുന്ന ഒരു സിനിമയിൽ ഇതൊക്കെ അടുത്ത് നിന്ന് കാണാൻ പറ്റിയത് ഒരു സന്തോഷമുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളി, നല്ല വേഷം കിട്ടി അല്ലേ? ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. വിഷ്ണു അത് ഗംഭീരാക്കിയിട്ടുമുണ്ട്. വിഷ്ണു ഭയങ്കര അടിപൊളിയാണ്. ദിലീഷ് ചേട്ടൻ, രഘുനാഥ് ബലേരി, രഞ്ജിത് സാർ, കുറെ കാലം സിനിമകളിൽ അത്രയധികം നല്ല അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ പഴയ പല സ്റ്റോറീസ്. ഞാനിപ്പോ ബലേരി സാറിനെ കാണുമ്പോ സാർ ഏറ്റവും കൂടുതൽ സമയം എടുത്ത് എഴുതിയ സ്ക്രിപ്റ്റ് ഏതാ, അല്ലെങ്കിൽ സമയം കുറച്ച് എഴുതിയ സ്ക്രിപ്റ്റ് ഏതൊക്കെ തീർച്ചയായിട്ടും. അപ്പൊ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റോറീസ് പഴയ കാലങ്ങൾ പറയും. പിന്നെ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതിൽ സാറിന്റെ കാസ്റ്റിംഗ് പ്രോസസ്സ് തന്നെ എന്നെ ഒരു ദിവസം സാർ കാണണം എന്ന് പറഞ്ഞു. ഞാൻ ഇടുക്കിയിൽ ചെന്നു. അപ്പോൾ സാറ് ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. ഭക്ഷണം കഴിച്ചു, കുറെ നേരം സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു വാഗമണ്ണ് അവിടെ മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാ നേരത്തെ വിട്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്റെ മനസ്സിൽ വണ്ടി വിട്ടോന്നാണ് തീരുമാനിച്ചത്. അപ്പൊ എന്റെ മൈൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഓഡിഷന് ചെല്ലുമ്പോ ഒരു കഥാപാത്രം പറയുന്നു, ആ കഥാപാത്രത്തിന്റെ ഡയലോഗ്സ് തരുന്നു, അത് ചെയ്യുന്നു, അങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ ഒരു സിലബസ്. അപ്പൊ ഞാൻ വണ്ടി വിളിച്ച് തിരിച്ചു പോകുമ്പോ ഞാൻ കരുതുന്നതെന്ന് വെച്ചാൽ ഓക്കെ സാറ് കണ്ടു, അപ്പൊ സാറിന് വേണ്ട കഥാപാത്രമല്ല ഞാൻ. അപ്പൊ പിന്നെ എന്നോട് വളരെ മാന്യമായി പെരുമാറി. മണ്ണിടിച്ചതിന് മുമ്പ് തന്നെ മണ്ണിടിച്ച വണ്ടി പോലെ കുറേ ദിവസം കഴിയുമ്പോൾ അഭിനയിക്കേണ്ടി വരും എന്നൊരു ചിന്താഗതി വേണ്ടാന്ന് തീരുമാനിച്ചു. വളരെ വളരെ മാന്യമായിട്ട് സാറ് പെരുമാറി പറഞ്ഞു വിട്ടു ആണ് കരുതുന്നത്. അപ്പൊ എന്നിട്ടൊരു 4-5 ദിവസം കഴിഞ്ഞപ്പോ സിദ്ദിഖ് നമ്മുടെ ഇതിന്റെ അസോസിയേറ്റ് വിളിച്ചിട്ട് 35 ദിവസം ഞാൻ പറഞ്ഞ പോലെ 1 മിനിറ്റ് ഞാൻ സെലക്ട് ആയി. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വർക്ക് ചെയ്യാൻ വരുന്നത്. പക്ഷെ എന്തായാലും അതൊരു ഭാഗ്യമാണ് അല്ലേ? ഭാഗ്യമാണ്. പിന്നെ എനിക്ക് തോന്നുന്നില്ല അത്രയും അധികം റിസ്ക് എടുത്ത് അങ്ങനത്തെ ഒരു ടെറൈനിൽ അങ്ങനൊരു ഫിലിം ഷൂട്ട് ചെയ്യാൻ ഇന്ന് ഇപ്പോൾ ചെറുപ്പക്കാർ പോലും അത്രയും ട്രൈ ചെയ്യുന്നു, അത്രയും ക്രേസി ആയിട്ട്. ഉള്ളുകൂടെ ഞാൻ വയസ്സനാന്ന് പറഞ്ഞോ? അല്ല, പ്രായം ഒരിക്കലും നമുക്ക് പ്രശ്നമല്ല. പ്രായമൊന്നും ആയാലും എനിക്ക് എന്നെ പറയാമോ? ഞാൻ എന്റെ കാര്യങ്ങൾ ഉദ്ദേശിച്ചു പറഞ്ഞ പ്രായം നമുക്കൊന്നും ഒരു പ്രശ്നമല്ല, നമുക്ക് സമാധാനമല്ലേ? ഓക്കെ. അല്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെറുപ്പക്കാരനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സാറിന്റെ എനർജിയോട് പിടിച്ചിരിക്കാൻ പറ്റില്ല. അത് കൃത്യമാണ്, നമുക്കറിയാവുന്ന ഒരു വ്യക്തിയാണല്ലോ. എന്തായാലും നല്ല സിനിമയുടെ ഭാഗമായി സിനിമ എറണാകുളത്ത് വന്ന അന്നങ്ങാണ്ട് ഓണായിട്ട് ഇതുവരെ ഓഫായിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ? അതാണ് ഒരു സിനിമ അല്ലേ വേണ്ടത് അല്ലേ? നമ്മൾ ഉണർന്നിരിക്കണം. അറിയില്ല, നമ്മളങ്ങനെ ഒരു ഓളത്തിലൊക്കെ പോവാന്നേ, അല്ലാതെ നമ്മളിപ്പോ ഞാനതങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നും ഒരു കാര്യം ചെയ്യാറില്ല. എന്തും തുറന്നു പറയൂ. അത് കുഴപ്പമില്ല എനിക്ക്.
അതാണ് കൂടുതൽ സൗകര്യം എന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ ആലോചിച്ചിരുന്ന് ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കി പറയാനൊക്കെ വലിയ പണി, അത്രയ്ക്ക് എനിക്ക് പണിയെടുക്കാൻ വയ്യ, ഞാൻ വളരെ മടിയനാണ്. അത് ശരിയാണ്. അപ്പൊ ഈ പറഞ്ഞതുപോലെ ഞങ്ങളൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടും, ഞാനൊക്കെ ഒത്തിരി സിനിമ കണ്ട സോമൻ ചേട്ടനെ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. കുറേ സിനിമയിൽ അഭിനയിച്ച് ദുബായ് ഗൾഫ് ജീവിതം അല്ലെ, പ്രവാസി ജീവിതത്തിന് വേണ്ടി തിരിച്ചെത്തിയിരിക്കുകയാണ്. സിനിമ വേണ്ട എന്ന് വെച്ചിട്ട് പോയതാണോ? സിനിമ വേണ്ടാന്ന് വെച്ച് പോയതല്ല, പക്ഷെ പോയി അതിലേക്ക് പോയി. പിന്നെ എല്ലാവരും സാധാരണ ആൾക്കാർ പോകുന്നത് 2 വർഷം 3 വർഷമൊക്കെ പ്ലാൻ ചെയ്ത് പോയി. അതിന് 17 വർഷം അങ്ങനെ അതിലേക്ക് പോയി. 17 വർഷം വീണ്ടും തിരിച്ചു വന്ന് സിനിമയിലേക്ക് എത്തിയിരിക്കുകയാണ് അല്ലെ. പ്രതീക്ഷിച്ചിരുന്നോ വീണ്ടും എത്തുമ്പോൾ സിനിമാ അഭിനയം ഉണ്ടാവുമെന്ന്? ഒരിക്കലും ഇല്ല. ഞാനിവർ എനിക്കിങ്ങനെ കോൾ വന്നപ്പോൾ തൊട്ട് ഞാൻ എന്നിട്ട് സാറിനോട് തന്നെ ചോദിച്ചു ലൊക്കേഷൻ ചോദിച്ചു, എന്നെ എങ്ങനെ കണ്ടെത്തി എന്നുള്ള കാര്യം. ഞാൻ പബ്ലിക് ഏക്കും വരാറില്ലായിരുന്നു. ഒരു ഇതിലും എൻ്റെ ഫോട്ടോസ് പോലും അങ്ങനെ അല്ല, ഫേസ്ബുക്കിലും എല്ലാം വന്നതിലല്ലാതെ ഇവർ ഫോൺ വന്നപ്പോൾ പോലും ഞാൻ വിചാരിച്ചിരുന്നു ഇത് എങ്ങനെ എന്നെ ഇവർ കണ്ടുപിടിച്ച് 17 വർഷത്തിനിടയ്ക്ക് എന്ന് പറഞ്ഞില്ല വരണം. ആദ്യം ഞാൻ വെച്ച് പ്രാങ്കായിരിക്കും. എന്നെ എങ്ങനെ കണ്ടെത്തി? കാരണം നമ്മൾ പബ്ലിക് ഒരു ഇതിൽ ഞാൻ വന്നിട്ടില്ല. അത് കഴിഞ്ഞപ്പോൾ 2006 കഴിഞ്ഞപ്പോൾ ഒരിടത്തും ഇത് ചെയ്തിട്ടില്ല. എന്തായാലും ഞാനിത് കോൾ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്, മീഡിയ ഞാൻ വിളിച്ചു വെച്ചപ്പോൾ എന്നോട് പറഞ്ഞു നിനക്ക് പറ്റിയൊരു സ്കൂളാണ്, അതുകൊണ്ട് ബാക്കി തിരിച്ചു പോകാൻ അവിടെ നിൽക്കട്ടെ, അത് ഇതങ്ങ് തീർക്കാം. അതിലങ്ങ് പിടിക്കാൻ പറഞ്ഞു അല്ലേ. എന്തായാലും നല്ല സിനിമകൾ ചെയ്തിട്ടാണ് പോയതും അല്ല. അതൊക്കെ ഇപ്പം ട്രോളുകൾ ഇപ്പോഴും പൊങ്ങി വരുന്നത് കാണുമ്പോൾ നമുക്കൊക്കെ രസമാണ്. ഇപ്പോഴും ഈ സമയത്തും ആ ട്രോളുകൾ വരുന്നുണ്ട്. താങ്കൾ ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ ഈ സിനിമയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഈ വലിയ സ്കൂളിലേക്കാണ് എത്തിയത്. നല്ലൊരു പാഠമാണ്, നമുക്ക് പഠിക്കാൻ ഒത്തിരി ഉണ്ടായിരുന്നു. അച്ഛൻ്റെ പാത പിന്തുടർന്ന് സിനിമയിലേക്ക് എത്തിയതാണ് അല്ലേ. അച്ഛൻ്റെ പാത പിന്തുടർന്നാണ് സിനിമയിലേക്ക് എത്തുന്നത്. അച്ഛൻ്റെ ഓർമ്മകളിലേക്ക് ഇവരൊക്കെ കാണുമ്പോൾ എന്താണ് ഓർത്തു വന്നത്? അച്ഛൻ്റെ ഓർമ്മകളല്ല ശരിക്കും. ഞാൻ ഈ ഒരു പ്രോജക്റ്റിൽ ഭാഗമായതുകൊണ്ട് മാത്രമാണ് കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചത്. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഫിലിം തിരിച്ചു ഉണ്ടാകില്ല. ഇല്ലില്ല. ഇനി ഒട്ടും പ്ലാൻ അല്ലായിരുന്നു. ഇങ്ങനെ കോൾ വന്നത് ചെയ്തു. ഞാൻ പലരോട് അന്വേഷിച്ചിട്ട് പറഞ്ഞില്ല, അത് പോകുന്നു ധൈര്യമായിട്ട് പോകും. അതിനകത്ത് കാര്യം എനിക്ക് അങ്ങനെ വേറെ ഒരു വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. പണ്ട് ഇത് 5-6 പടങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതും അവർ നിർബന്ധിച്ച് എന്നെ കൊണ്ട് ചെയ്യിച്ചാണ്. പക്ഷെ ഇപ്പോൾ എനിക്കൊരു ധൈര്യം കൊണ്ട് ചെയ്യാൻ പറ്റുമോ, കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് തിരിച്ചുള്ള പോക്ക് വേണ്ടാന്ന് വെച്ചത്. ക്യാൻസൽ ചെയ്ത് വെച്ചേക്കെ. അപ്പൊ ഈ സിനിമയിൽ എന്ത് വിശ്വാസമുണ്ട്? തീർച്ചയായിട്ടും ഇതൊരു സിനിമയായിരിക്കും കേട്ടോ എന്ന് ഞങ്ങളും പ്രതീക്ഷിക്കുന്നു. ഒരു വലിയ ജോലി ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും നല്ല പ്രേക്ഷകരെ ഏറ്റെടുക്കുന്ന സിനിമയാണ്. അല്ലെങ്കിൽ താങ്കളൊന്നും അങ്ങനെ നിൽക്കില്ല എന്ന് എനിക്കറിയാം. അന്ന് സിനിമയിൽ നിന്ന് 17 വർഷം പോയി ജോലി ചെയ്തെങ്കിൽ തിരിച്ചു വന്ന് ഈ ക്ലാസ്സിൽ കൂടി ഇത് സിനിമയുടെ ഒരു വിശ്വാസമാണ്. എന്തായാലും നല്ല സിനിമയിൽ തിരിച്ചെത്തി അഭിനയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അത്രത്തേക്ക് വേറൊരു ഭാഗ്യമില്ല. ഇനി തുടർന്നും സിനിമകൾ ചെയ്യണം. പ്രേക്ഷകരുടെ മനസ്സിൽ നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പ്രിയ താരത്തിൻ്റെ മോൻ അഭിനയിക്കുമ്പോൾ നമുക്ക് അതിൽ കൂടുതൽ ഇഷ്ടമാണ് തോന്നുന്നത്. അത് തന്നെയാണ് അച്ചിട്ട് വാർത്തതുപോലെയാണ് മുഖം നമുക്ക് നമ്മുടെ മുന്നിലിരിക്കുമ്പോൾ. നമ്മളൊന്ന് കണ്ണടച്ച് നോക്കിയാൽ മതി. സൗണ്ടിലും വലിയ ഇഷ്ടം കേട്ടോ. താങ്കളെയൊക്കെ വലിയ ഇഷ്ടമാണ് നമുക്കൊക്കെ. എന്തായാലും അത്ര ആളുകളെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ. ഈ ഫീൽഡിൽ നിന്ന് മാറിയുന്ന ആളുകളൊക്കെ കൊണ്ടുവന്ന് നിങ്ങളുടെ കൈ പിടിച്ച് കൂട്ടി യോജിപ്പിച്ചിരിക്കുകയാണ്. സാറിന്റെ ഒരു കാസ്റ്റിംഗ് പ്രോസസ് അത്ര ഡീറ്റെയിൽ ആയിരുന്നു. എല്ലാ എല്ലാ ഓപ്ഷൻസും ശ്രമിച്ചിട്ടുണ്ട്, എല്ലാ തരത്തിലും റിസർച്ച് ചെയ്തിട്ടുണ്ട്. സാറും സാറിന്റെ ടീമും അങ്ങനെ ആളുകൾക്ക് വേണ്ടിയിട്ട് തപ്പിയിട്ടുണ്ട്. അത് തന്നെയാണ്, അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ആളുകളെ കിട്ടുക. അദ്ദേഹം പറഞ്ഞൊരു പോയിന്റാണ്, എന്നെ ഒരു സ്ഥലത്ത് തപ്പിയാലും കിട്ടില്ല. ഫേസ്ബുക്കിൽ വരാനല്ലോ ഒന്നുമില്ല, ഫോൺ നമ്പർ പോലും ആരെങ്കിലും ബന്ധുക്കളുടെ അല്ലാതെ ഫോൺ നമ്പർ പോലും ഇല്ല അല്ലേ. എങ്ങനെയാണ് കണ്ടെത്തിയത്? അപ്പോൾ അല്ല, എനിക്കറിയില്ല. അത് കൃഷ്ണമണി എന്നൊരു അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ട്, അവളാണ് എനിക്ക് കൊണ്ടുവന്നിട്ട് കാണിച്ചു തന്നത്. സജി സോമൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ സോമന്റെ മോനല്ലേ എന്ന് അപ്പോഴാണ് നോക്കുന്നത്. അപ്പൊ അത് കുറെ ഇത് മാത്രമല്ല കാണിക്കുന്നത്, നമുക്ക് കുറെ ഉണ്ട് അതിനകത്ത് അങ്ങനെ കാണിക്കുന്നതാണ്. അങ്ങനെ കോണ്ടാക്ട് ചെയ്യാതെ. അതെ, ഫോട്ടോ കാണുന്ന സമയത്ത് തന്നെ ഞാൻ കാണുന്ന സമയത്ത് തന്നെ നമുക്കറിയാലോ, അങ്ങനെ കേട് തീർത്ത് ഇറക്കിയിട്ടുണ്ടല്ലോ വീണ്ടും. അപ്പൊ ഒരു സെക്കൻഡ് ഇന്നിങ്സ് എന്നുള്ള രീതിയിൽ എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ തന്നെ അതെന്താ പറഞ്ഞപ്പോൾ ഞാനും പെട്ടെന്ന് ആലോചിച്ചത്, ഈ പുള്ളിനെ ആരും ഒന്ന് സിനിമയിൽ ഇതുവരെ വന്നില്ല, പുള്ളി സിനിമയ്ക്ക് താല്പര്യം ഉണ്ടായിരിക്കില്ല. അപ്പൊ അതാണ് ഞാൻ വിളിച്ചു ചോദിക്കാൻ പറഞ്ഞത്. പക്ഷെ പുള്ളി അഭിനയിക്കുമോ ഇപ്പോ, എന്താ പരിപാടി, എന്ത് ചെയ്യാമെന്നൊന്ന് അന്വേഷിക്കാനാണ് പറഞ്ഞത്. എനിക്ക് അറിയില്ലായിരുന്നു പുള്ളി അഭിനയിക്കും എന്നുള്ള കാര്യം. ഈ സിനിമ സ്വയം വേണ്ടാന്ന് വെച്ച് തന്നെ പോയതാണല്ലോ അല്ലേ, അല്ലാതെ അവസരങ്ങൾ ലഭിക്കാതെ വന്നപ്പോഴൊരു ബേസിക്കലി എന്റെ മടിയൂടെ കാണും. പിന്നെ അവിടെ ജോലി കിട്ടി, പിന്നെ അതുമായിട്ട് അങ്ങനെ അങ്ങ് സംഭവിച്ചു. അല്ല, വേറെ അങ്ങനെ പടങ്ങളൊന്നും കിട്ടാതെ ഒരു വിഷമം ആയി നമ്മളിങ്ങനെ വീട്ടിൽ നിന്നും അങ്ങനെ ഒരു യാത്രയിലേക്ക് ഒരു സപ്പോർട്ടായിരുന്നു ജോലിക്ക് പോകുന്നതിലൊക്കെ അല്ലെ. ജോലിക്ക് പോയി അവിടെ അങ്ങ് നിൽക്കേണ്ടി വന്നു. പിന്നെ അത് അങ്ങനെ അങ്ങ് അറിയാലോ, നിന്ന് കഴിഞ്ഞാൽ പിന്നെ 2 സിനിമ എടുക്കാനുള്ള പൈസ ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിട്ടുവരാൻ തോന്നൂല. അങ്ങനെ സിനിമയിലേക്ക് വരാൻ തോന്നിയില്ല. കാരണം സിനിമയിൽ വന്നാൽ ചിലപ്പോൾ വണ്ടി ചെക്കുകൾ കിട്ടിയേക്കാം, അവസാനം നമ്മളൊക്കെ ചെന്ന് പറഞ്ഞു, സോറി നിങ്ങൾ കുറച്ച് കാശ് കൂടുതൽ തന്നു, അതിൽ നിന്നൊരു 10,000 രൂപ തന്നിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ആവശ്യപ്പെടും.
ഇതൊന്നും അല്ല ഈ കമ്പനി വണ്ടിച്ചേക്ക് അല്ലാന്ന് ഉറപ്പിച്ചു തന്നെ വന്നത്. അല്ല നമ്മൾ ചെക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടേ ഇല്ല. ആരോട് നമ്മൾ ചെക്ക് കൊടുക്കാന്ന് പറഞ്ഞില്ല. പൈസയായിട്ട് ബാങ്കിൽ അക്കൗണ്ടിൽ വരുമെന്ന് പറഞ്ഞു. അതെ അല്ലെ, അതൊക്കെ നല്ല കമ്പനിയാണ്. എന്തായാലും വളരെ സന്തോഷം കേട്ടോ. ഈ സിനിമ കണ്ടിട്ട് പ്രേക്ഷകർ പറയട്ടെ. പ്രേക്ഷകരുടെ മുമ്പിലേക്കാണ് നമ്മൾ സിനിമ കൊടുക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ, ജനിച്ചേട്ടൻ പറഞ്ഞ പോലെ പ്രേക്ഷകരാണ് ഈ വിധി എഴുതുന്നത്. ദിലീഷേട്ടൻ ഈ കുറേ സിനിമകൾ ചെയ്തു വെച്ച സിനിമകളിൽ എന്നും ദിലീഷേട്ടൻ ഇഷ്ടപ്പെടുന്ന ഒത്തിരി സിനിമകളുണ്ടാവും. അതിൽ നിന്നും വേറിട്ട സിനിമയായിരിക്കുമെന്ന് ദിലീഷേട്ടൻ പ്രേക്ഷകർക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റുന്ന ഒരു കഥാപാത്രമായിരിക്കും ഇത്. തീർച്ചയായിട്ടും ഭയങ്കര വേറിട്ടതാണെന്ന് എനിക്ക് ഞാനും ഈ പറഞ്ഞ പോലെ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നതിനെ ഞാൻ ജഡ്ജ് ചെയ്യുന്നതിൽ എപ്പോഴും മോശമായിരിക്കും. പക്ഷെ എന്നാലും ഇത്രയും ഡെപ്തിലുള്ള ഒരു ക്യാരക്ടറിനെ ഞാൻ ഇതുവരെ അവതരിപ്പിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത്രയും ലെങ്തിലുള്ള അല്ലെങ്കിൽ ഇത്രയും ഡീറ്റെയിൽ ഉള്ള ഒരു ക്യാരക്ടറിനൊന്നും എനിക്കതിന് കിട്ടിയിട്ടില്ല. നമ്മളെപ്പോഴും ചെറിയ ചെറിയ കഥാപാത്രങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ. ഈ കഥാപാത്രം ഈ സിനിമയുടെ ടോട്ടൽ പ്ലോട്ടിൽ അത്ര നട്ടല് പോലെ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. അത് ഒരു എത്രയും വെയിറ്റേജ് ഉള്ള ഒരു സാധനം ഞാൻ ചെയ്തിട്ടില്ല. ഈ ദിലീഷേട്ടൻ്റെ കൂടെ സിനിമകൾ ചെയ്യുന്ന നമ്മുടെ കമ്പനിയിൽ സിനിമകൾ ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. ഈ സിനിമയിലേക്ക് വന്നപ്പോൾ അവരെയൊക്കെ ഒന്ന് കാസ്റ്റ് ചെയ്യണമെന്നുള്ള ഒരു ചിന്താഗതി വല്ല മനസ്സിലുണ്ടോ? രഞ്ജിത് സാറിന് പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്ത് മാറി നിൽക്കുകയല്ലായിരുന്നു നമ്മൾ? അല്ല, ഞാൻ ഓരോന്ന് വരുമ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്തും പറഞ്ഞിട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് ചെയ്തത്. ഇല്ല, നമുക്ക് അങ്ങനെ ഒരു ടീമൊന്നും ഇല്ലെന്ന്, അത് വെറുതെ തോന്നുന്നല്ലേ. അങ്ങനെയില്ല. ഓരോ സിനിമയ്ക്കും വേണ്ട ആൾക്കാരെ ഓരോ തരത്തിൽ കണ്ടെത്തുക തന്നെയാണ് ചെയ്യുക. ഈ വിഷ്ണുവിനെ തന്നെ കാസ്റ്റ് ചെയ്യാം. വിഷ്ണുവിനെ നിങ്ങൾ വിളിച്ചു വരുത്തി വാങ്ങോളിലേക്ക് വരാൻ പറഞ്ഞു. വിഷ്ണുവിനെ എങ്ങനെയാണ് കണ്ടെത്തിയത് എങ്ങനെയായിരിക്കും? വിഷ്ണുവിനെ കണ്ടെത്തിയത് സത്യത്തിൽ ഞങ്ങൾ എവിടെയോ ഒരു സ്ഥലത്തേക്ക് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇൻസോംനിയ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലിക്ക്, കരിക്ക് ഫ്ലിക്കിൽ ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു വിഷ്ണു. അപ്പൊ അതില് വിഷ്ണു നന്നായി അഭിനയിച്ചിട്ടുണ്ടെന്ന് എൻ്റെ അടുത്ത് അന്ന് അവിടെ വന്നിരുന്നതിൽ ആരോ ഒരാൾ പറഞ്ഞു. ഞങ്ങളിങ്ങനെ കാസ്റ്റിങ്ങിനെ പറ്റി ഇങ്ങനെ പറഞ്ഞ സമയത്ത് നമ്മളെ ടീമിൽ തന്നെ സംജിത്തിന്റെ അസിസ്റ്റന്റ് അങ്ങനെ ആരോ ഒരാൾ ഇങ്ങനെ പറഞ്ഞു നമ്മളിങ്ങനെ കാസ്റ്റിംഗ് നോക്കും, പലരെയും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കരിക്ക് ഫ്ലിക്കിൻ്റെ അകത്ത് ഒരാളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് കാണാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കാണുന്നില്ല, നിനക്ക് കറക്റ്റ് ആണെന്ന് തോന്നുന്നുണ്ടെന്ന് നീ ഒരു കാര്യം ചെയ്ത് ഒന്ന് വരാൻ പറഞ്ഞു. എൻ്റെ ഞാൻ ഫോട്ടോ പോലും കാണാതെ എൻ്റെ മുമ്പിൽ നേരിട്ടാണ് വിഷ്ണു പ്രത്യക്ഷപ്പെട്ടത്. അങ്ങനെ സംസാരിച്ചാണ്. ഞാൻ ഫോട്ടോ കണ്ടിട്ടില്ല വിഷ്ണുവിൻ്റെ അതിന് മുമ്പേ. കരിക്ക് അത് എന്നോട് കാണാൻ പറഞ്ഞപ്പോൾ ഞാൻ കാണുന്നത്, കാരണം ആ ഒരു ജഡ്ജ്മെന്റ് എനിക്ക് വേണ്ടല്ലോ. കാരണം ഫ്രഷ് ആയിട്ട് കാണാം, ഏതായാലും അത്രയും കാലം കണ്ടില്ല. പിന്നെ ഞാൻ ആദ്യമായിട്ട് ഫ്രഷ് ആയിട്ട് കാണാമല്ലോ, അങ്ങനെ ഫ്രഷ് ആയിട്ട് കാണാതെ ഫോട്ടോ പോലും ഞാൻ കണ്ടില്ല. കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ ഫിക്സ് ചെയ്തിട്ടാണ് പറഞ്ഞു വിടുന്നത്. കാരണം അതില് ഒരു കഥാപാത്രത്തിന്റെ ചില പ്രത്യേകതകൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അയാൾക്ക് ഇങ്ങനെ ഉണ്ടാവും, അയാളുടെ രൂപം ഇങ്ങനെ ഉണ്ടാവും, അയാളുടെ മുഖം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിന് ഫഹദിന്റെ രൂപത്തിനോട് ചെറിയ സാമ്യം അങ്ങനെ തോന്നിയപ്പോൾ ഞാൻ ആദ്യം തന്നെ ദിലീഷ് വിളിച്ചു, ഫഹദിനെ നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വല്ലതും നടക്കാൻ സാധ്യത ഉണ്ടോ? നടക്കുമായിരിക്കും, പക്ഷെ എപ്പോഴാണ് നടക്കുക എന്നുള്ളത് പറയാൻ അത് സ്വാഭാവികമായിട്ട് നടക്കില്ല, തിരക്കുള്ള ആൾക്കാരല്ലേ. അപ്പൊ ഇങ്ങനെ എന്ന് ആലോചിച്ചപ്പോ അങ്ങനെ ഒരു അവ്യക്തമായ കഥാപാത്രത്തിന്റെ ഒരു രൂപം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ആ രൂപത്തിലേക്കാണ് കിട്ടിയത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വരുന്ന ആൾക്കാർക്ക് മുഴുവൻ അങ്ങനെ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുതലാവില്ല. ഞാൻ എന്നെ ഒരുപാട് ആളുകൾ വിളിച്ച് കണ്ടിട്ടുമില്ല കേട്ടോ. വിഷ്ണുവിനെ കണ്ട നേരത്തെ തന്നെ എന്നെ വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു. വിളിച്ചിട്ട് വിഷ്ണുവിന്റെ കണ്ണിനെ കുറിച്ചൊക്കെ കുറെ സംസാരിച്ചു. സാർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. വിഷ്ണുവേ വലിയ ഭാഗ്യവാനാട്ടോ. ആരെയാണ് ഇവർ പ്രതീക്ഷിച്ചിരുന്നത്, അവിടെ എത്തി താങ്കൾ. അതാണ് ഏറ്റവും വലിയ പോയിന്റ് കേട്ടോ. ഇനി പ്രേക്ഷകർ റെഡി ആവുന്നേ. നമ്മളൊക്കെ ഒരു തട്ടകത്തിൽ വന്നല്ലേ, സൂര്യത്തിനൊക്കെ വന്നല്ലേ നമ്മളൊക്കെ. അപ്പൊ നമ്മുടെ പണിയെടുത്തോണ്ടേ ഇരിക്കുന്നത് എപ്പോഴെങ്കിലും ശരിയാവും. അത്രേ ഉള്ളൂ. ഒത്തിരി പണിയെടുത്താണ് സിനിമയിലേക്ക് വരാൻ, ഒത്തിരി പണിയെടുത്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ അങ്ങനെ ഒരു സിനിമയിലേക്ക് എത്തി. ഈ പറഞ്ഞതുപോലെ വിഷ്ണു ഒക്കെ ആയിട്ട് ആദ്യമായിട്ടല്ല കാണുന്നത്. ഈ സിനിമയിലുള്ള എല്ലാവരും കാണുന്നത് അവിടെ പോയിട്ട് ആദ്യമായിട്ടാണ്. ഈ സിനിമയിൽ ദിലീഷേട്ടനെ കണ്ടിട്ടില്ലേ? ഹാനിയുടെ പാരന്റ്സിന് അറിയില്ലായിരുന്നു. ഞാൻ ഇവരോട് പറഞ്ഞ് ഇങ്ങനെ ഹാനിയുടെ ഫോട്ടോ കാണിച്ചപ്പോ എന്റെ ഹാനിയെന്ന് പറഞ്ഞത്. അപ്പൊ ആണോ, അവള് മുറിയിൽ പോയിരുന്ന് എന്തൊക്കെയോ ചെയ്യുന്നല്ലാതെ അവളുടെ ഇൻസ്റ്റാഗ്രാം ID എനിക്ക് അറിയില്ല. വീട്ടുകാർക്ക് അറിയില്ല അല്ലേ? അല്ല, ഞാൻ തുടങ്ങിയപ്പോ അങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇങ്ങനെ പാട്ട് പാടുന്നു എന്നല്ലാണ്ട് റിസൾട്ടും കാര്യങ്ങളും അങ്ങനെ പോയി കാണിക്കണം എന്ന് തോന്നിയില്ല എന്തോ. പിന്നെ അത് എൻ്റെ കയ്യിൽ ഒതുങ്ങാത്ത പോലെ എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ഇങ്ങനെ പോയി പറഞ്ഞു, ഇങ്ങനെ എനിക്ക് വർക്ക് വരുന്നുണ്ട്, ഇങ്ങനെ കുറച്ച് റിസൾട്ട് വന്നു, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ എതിർപ്പൊന്നും പറഞ്ഞില്ല. കണ്ടിന്യൂ ചെയ്തു. അല്ല, ഞാനിപ്പം സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞു. സൗണ്ട് എഞ്ചിനീയറിംഗ്. അപ്പൊ സിനിമാ മേഖലയിലേക്ക് നിൽക്കാനുള്ള എല്ലാം റെഡിയാണ്. സൗണ്ട് എഞ്ചിനീയർ ആയിട്ടിരിക്കാം. ഇതിപ്പോ ഇത് മാറിന്റെ പറയില്ല, ഇത് നായികയായിട്ട് തന്നെ തുടരും. അതിന്റെ ഒപ്പം സൗണ്ട് എഞ്ചിനീയർ. അപ്പൊ ഒരു പാക്കേജ് ആയിട്ട് നമുക്ക് സിനിമയിലേക്ക് എടുക്കാൻ പറ്റും തോന്നുന്നു. നായിക, സൗണ്ട് എഞ്ചിനീയർ, അഭിനേത്രി.
അറിയില്ല. ഇനി ഒരു മൂവി ഇറങ്ങിയിട്ട് അതിന്റെ ഒരു റിവ്യൂസും അനുസരിച്ചിട്ട് ഇരിക്കും. നമ്മൾ തീരുമാനിക്കുള്ളൂ അല്ലേ? അതെ അതെ. ഈ പറഞ്ഞ പോലെ ഇവരൊക്കെ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത്, ഇവരൊക്കെ നേരിട്ട് കാണുമ്പോൾ ഉണ്ടായ അനുഭവം. ഇപ്പോൾ ദിലീഷ് ചേട്ടനൊക്കെ വളരെ സീനിയറാണ്, നമ്മളൊക്കെ ഒത്തിരി സിനിമകൾ നമുക്ക് തന്ന ഡയറക്ടറാണ്, അഭിനയിക്കുന്ന ആളാണ്. ഇദ്ദേഹത്തിനൊക്കെ നേരിട്ട് കാണുമ്പോൾ എങ്ങനെയായിരുന്നു ഒരു അനുഭവം? നിങ്ങൾ കോമ്പിനേഷൻ ഉണ്ടായിരുന്നോ? ആ കോമ്പിനേഷനിൽ ഉണ്ടാവുന്ന ഒരു ഫീൽ എന്തായിരുന്നു? എനിക്ക് ഫസ്റ്റ് കോമ്പിനേഷൻ എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ഒരു ജീപ്പിൽ ഇങ്ങനെ ഇരിക്കായിരുന്നു. കഥയിലേക്ക് പോലെ ഇടയ്ക്ക് നോക്കണ്ട. അല്ല, ഞാനൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ജീപ്പിൽ ഇരിക്കുവായിരുന്നു. അപ്പം ആ ഒരു ഭാഗത്തേക്ക് എനിക്ക് നോക്കാൻ പറ്റണ്ടായില്ല. എന്താ എനിക്ക് എന്താ പറയേണ്ടത്, എങ്ങനെ കോൺവെർസേഷൻ കൊണ്ടുപോകേണ്ടത് ഒന്നും എനിക്ക് അറിയില്ല. അപ്പം കുറെ ഇങ്ങനെ നോക്കി, എനിക്ക് ആ ഒരു ഭാഗത്തേക്ക് നോക്കിയില്ല, ഒന്നും പറയാണ്ടിരുന്നു. പക്ഷെ ഇന്ററാക്ട് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒന്ന് ബ്രേക്ക് ചെയ്ത് ഒന്ന് എന്താ പറയുക, ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് അങ്ങനെ ബ്രേക്ക് ചെയ്തൊന്ന് ആ ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആവണം, എന്നാലേ അത് ആ ഒരു ക്യാരക്ടർ തന്നെ വർക്കൗട്ട് ആവുള്ളൂ. അപ്പൊ അതിനെ കുറിച്ച് പേടിയുണ്ടായിരുന്നു. പക്ഷെ അത് എന്താ പറയുന്നതിന്റെ അകത്ത് വേറൊരു സംഭവം ഉണ്ട്. അതായത് ദിലീഷിന്റെ ഒരു ഡയലോഗ് അടിച്ചു മാറ്റി. മനസ്സിലായില്ലേ? ചെയ്തോണ്ടിരുന്ന സമയത്ത് പുള്ളി റിഹേഴ്സലിൽ പറഞ്ഞ സാധനേ ടേക്കിൽ ഉള്ളിട്ട് അടിച്ചളഞ്ഞു പെട്ടു. ഞാൻ കഴിഞ്ഞൊരു ഷോർട്ട് ആയിട്ട് വന്നിട്ട് അവള് തിരക്കില്ല കേട്ടോ, ഇനി ഞാൻ റിഹേഴ്സലിൽ പറയില്ല. അത് അറിയാണ്ട് പേടിച്ചിട്ട് വന്നു വേറൊന്നും ഓർക്കാണ്ട്. അപ്പം ഒരു പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങനെ ഒരു സ്റ്റേജ് ഫിയർ പോലത്തെ ഒരു സംഭവം വന്നില്ല. അതിന്റെ ഒരു ഫ്ലോയിൽ അങ്ങ് പോയാൽ മതി. പിന്നെ സുഖമായി. പിന്നെ അങ്ങ് എനിക്കങ്ങനെ തോന്നിയൊന്നുമില്ല. അനിയ ആദ്യ സമയം മുതൽ തന്നെ അങ്ങനെ സ്ക്രീനിൽ വരുമ്പോഴേ ഭയങ്കര കെമിസ്ട്രി നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു. ഇപ്പം ഭയങ്കര അടുപ്പമുള്ള ക്യാരക്ടേഴ്സാണ്. അങ്ങനെ അല്ലേ, അങ്ങനെ പേഴ്സണലി അങ്ങനെ ഒരു അങ്ങനെ ഭയങ്കര മാനസികമായിട്ട് അടുപ്പമുള്ള കഥാപാത്രങ്ങളാണ് ഞങ്ങളുടെ രണ്ടുപേരിൽ. അപ്പോൾ പക്ഷെ ഒരു ചെറിയ സീൻ ചെയ്യുമ്പോൾ നമുക്ക് ആ വൈബ് ഫീൽ ചെയ്തിരുന്നു ആദ്യം മുതൽ തന്നെ. ഈ ഡയലോഗ് പറയുമ്പോൾ തെറ്റുകൾ വല്ലതും സംഭവിച്ചു പേടിച്ചിട്ട്? അങ്ങനെയൊന്നുമില്ല. അവർക്ക് അങ്ങനെ പേടി അങ്ങനെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ചുമ്മാ ഡയലോഗ് അടിച്ചു മാറ്റുന്ന പേടിയില്ലെന്നൊക്കെ മനസ്സിലായി. എല്ലാവരും പറയുന്നത് പിന്നെ അതിനോട് പറയാനുണ്ടോ ഫസ്റ്റ് തന്നെ വന്നിട്ട് എന്നിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ മനസ്സിലായില്ലേ, അവൾ അറിയാതെ പേടി ചെയ്തെന്ന് പറഞ്ഞല്ലേ. അല്ല, അടിച്ചു മാറ്റുന്ന പറയുമ്പോ പേടിയില്ലാന്നൊക്കെ മനസ്സിലായി. ദിലീഷ് ബോസിന്റെ ഡയലോഗ് റിഹേഴ്സൽ ചെയ്തപ്പോ അടിച്ചു മാറ്റിയെങ്കിൽ ഒരു പേടിയില്ല കേട്ടോ. അതെ, ഈ പേടിയും ഭയമൊന്നും വേണ്ട. സിനിമയിൽ അടിച്ചു പൊളിച്ച് കഥാപാത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് പേടിക്കാൻ നമുക്ക്, അല്ലെ? എന്തായാലും സിനിമയിൽ തുടരാം നമുക്ക്. ഈ സിനിമ കഴിയുമ്പോൾ നമുക്ക് ജനങ്ങൾ വിധി എഴുതി നമുക്ക് തുടരാം. ഈ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എഡിറ്റിംഗ് വിവാദങ്ങൾ ഇവിടെ നിലവിലുണ്ട്. അപ്പം താങ്കളുടെ സിനിമയിൽ എഡിറ്റിംഗ് കാണണമെന്നൊരു നടൻ ആവശ്യപ്പെടുകയാണ്. രണ്ട് രീതിക്ക് ആവശ്യപ്പെടാം. ഞാൻ ചെയ്ത ഒരു സീൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം, എഡിറ്റിംഗ് കണ്ടതിന് ശേഷം അഭിനയിക്കുള്ളൂ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തി. അത് കൃത്യമായ ഒരു പരാതിയായിട്ട് ലഭിച്ചൊരു നടൻ്റെ പേര് ഷൈനികത്തിൻ്റെ പേരിൽ പരാതിയായിട്ട് പ്രൊഡ്യൂസർ കൊടുക്കുന്ന ഒരു ഉണ്ടായി. അങ്ങനെ എഡിറ്റിംഗ് കാണണമെന്ന് വാശി പിടിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് എന്റേത് ഞാൻ പുള്ളിയുടെ അടുത്ത് കുറെ വാശി പിടിച്ചിട്ടാണ് പുള്ളി വന്ന് എഡിറ്റിംഗ് കണ്ടത്. കാണാൻ പറഞ്ഞിട്ട് ഒന്ന് കാണാൻ, കാരണം നമുക്കതൊരു നല്ല കാര്യമാണ്. പുള്ളി കണ്ടു കഴിഞ്ഞിട്ട് ഓക്കെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ, കാരണം നമ്മളിത് ശരിയാണോ അല്ലയോ എന്നുള്ളത് അറിയാനുള്ള ഒരു, നമുക്ക് ഇത് പ്രശ്നത്തിൽ നമ്മളൊരു പ്രോസസ്സിലാണല്ലോ. അതുകൊണ്ട് നല്ലൊരു കാര്യം എന്നാണ് എൻ്റെ അഭിപ്രായം. പടം ജെന്യൂൻ ആയിട്ട് ഒരാൾ വന്ന് കണ്ടു, കാരണം നമ്മുടെ വിഷൻ എന്താണെന്നുള്ളത് നമ്മളൊരു ആക്ടറുടെ അടുത്ത് ക്ലിയർ ആക്കിയിട്ടുണ്ടെങ്കിൽ ആക്ടർ വന്ന് എഡിറ്റിംഗ് കാണുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. എഡിറ്റിംഗ് കാണിച്ചു തന്നാൽ അഭിനയിക്കൂ എന്ന് പറയുന്ന ഒരു പാഠത്തിലേക്ക് അത് അങ്ങനെ ഒരു കണ്ടീഷൻ ആയിട്ട് ഒരു ആക്ടർ പറഞ്ഞാൽ ഞാൻ അത് വെക്കില്ല. പക്ഷെ അങ്ങനത്തെ ഒരു കണ്ടീഷൻ പറയുന്ന ഒരു ആക്ടറെ ഞാൻ എന്തിനാ വെക്കുന്നത്? നമുക്ക് ഒരു, ഞാനൊരു ഡയറക്ടർ ആണെങ്കിൽ ഞാൻ എടുത്ത ഒരു തീരുമാനത്തിന് ഞാൻ ഉത്തരവാദിയാണ്, അല്ലേ? ഇപ്പോൾ ദിലീഷ് പറയുകയാണ് ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്ത് എനിക്ക് അത് കാണണില്ലെങ്കിൽ ഞാനത് അഭിനയിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ പുള്ളിക്ക് കൺവിൻസ് ആവാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിച്ചു. ഞാൻ ആദ്യം പറഞ്ഞിരിക്കുന്ന ആ ഒരു വിഷനിൽ നിന്നും എനിക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചോ എന്ന് പുള്ളി സംശയത്തോടെ കാണുന്നു. എന്ന് വരുമ്പോഴാണ് പുള്ളി പറയുന്നത് എനിക്കത് കണ്ടേ പറ്റും, എന്നാലേ ഞാൻ ബാക്കി അഭിനയിക്കുള്ളൂ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഭയം ആ ആക്ടർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർത്തു കൊടുക്കാനുള്ളത് ഒരു ഡയറക്ടറുടെ ഉത്തരവാദിത്തം ഞാൻ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എന്തിനാണ് അങ്ങനെ ഒരു സംശയത്തിൽ നമ്മൾ എന്തൊക്കെ പ്രോമിസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇതിൽ നിന്ന് മാത്രമൊന്നുമല്ല, ഈ മുന്നിലും ബാക്കിലും നടക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് വലിയ താരങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. വലിയ താരങ്ങൾക്കിടയിൽ എന്ന് പറഞ്ഞാൽ അവർക്കിടയിലല്ല പ്രശ്നം ഉണ്ടായത്. ഇപ്പോൾ 2020 പോസ്റ്റർ ഇറങ്ങിയ സമയത്ത് ഇവിടെ മമ്മൂക്കയുടെ ലാലേട്ടന്റെ ഫാൻസ് തമ്മിൽ പ്രശ്നം ഉണ്ടായി. അവിടെ നിൽക്കരുതായിരുന്നു ഇവിടെ നിൽക്കരുതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പൊസിഷനിൽ ഇത് അവർ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഇത് കണ്ടു വളരുന്ന ഒരു തലമുറയിലുള്ള കുട്ടിയാണത്, മനസ്സിലായില്ല? അപ്പൊ അവരുടെ മനസ്സിലും ചിലപ്പോൾ ഉണ്ടാവും ആ സെന്ററിൽ ഞാൻ നിന്ന എന്റെ പവർ കുറച്ചതായിരിക്കും, സൈഡ് നിന്ന ഇതൊന്നും ഉണ്ടാവില്ല.
അതൊരു ഷോട്ടാണത്. ആ ഒരു ഷോട്ട് ചെയ്യുന്നതിനിടയിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. അപ്പൊ അയാൾക്ക് തനിക്ക് പ്രാധാന്യം കുറഞ്ഞു പോകുന്നുണ്ടോ, എന്നോട് പറഞ്ഞ രീതിയിലല്ല ഇത് ചെയ്യുന്നത് എന്ന് സംശയം തോന്നുമ്പോഴുണ്ടാവുന്നതാണത്. എനിക്ക് വലിയ തെറ്റായിട്ടൊന്നും തോന്നിയില്ല. ഒരു ഡയറക്ടർക്ക്, നമുക്ക് വിവരവും വിദ്യാഭ്യാസമുള്ള ആൾക്കാർ എത്ര ആൾക്കാരോടൊക്കെ വേണമെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് നമ്മൾ പടം കാണിക്കുന്നത് നല്ലതാണ്. നമുക്ക് ഉത്തരവാദിത്തമുള്ള ആളാണല്ലോ, കാരണം അയാളുടെ ലൈഫ് അതിൽ ബന്ധപ്പെട്ട് കിടക്കുകയാണല്ലോ. ഇപ്പൊ ദിലീഷ് ഇതിങ്ങനെ ഒരു പടം എടുത്ത് ചെയ്യുമ്പോൾ ഇത് മോശമായി കഴിഞ്ഞാൽ അതിന്റെ ഒരു ഉത്തരവാദിത്തം കൂടെ തലയിലുണ്ടല്ലോ. കാശ് പോകുന്നത് മാത്രമല്ലല്ലോ. അവിടെ ആക്ടറുടെ പേരിലാണ് പരാജയപ്പെട്ട ആൾ അറിയുന്നത്. ആ ആക്ടറുടെ പേരിലാണല്ലോ പടം നിൽക്കുന്നത്. എങ്ങനെയാണ് സിനിമയ്ക്ക് വേണ്ടി ഏറ്റവും സാക്രിഫൈസ് ചെയ്യുന്നത് ആക്ടറാണ്. വളരെ ടഫായിട്ടുള്ള വർക്കിംഗ് കണ്ടീഷനിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എഡിറ്റിംഗ് കാണുന്നതും തെറ്റൊന്നുമില്ല, കണ്ടിട്ട് അഭിനയിക്കുന്നു പറയുന്നതിലാണ് ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവുന്ന എവിടെയെന്ന് വെച്ചാൽ ഈ ഡയറക്ടറും ആക്ടറുമായിട്ട് ആ സ്പർദ്ധ ഉണ്ടായപ്പോഴാണല്ലോ എനിക്ക് കാണണം, അല്ലെങ്കിൽ ഞാൻ ചെയ്ത് ആ സ്പർദ്ധ ഉണ്ടാവാതെ നോക്കണമല്ലോ. അതുണ്ടാവരുതല്ലോ. കാരണം നമ്മുടെ ജോലി എന്താണ്, ഇത് കരക്കടുപ്പിക്കുക എന്നുള്ളതാണ് ഡയറക്ടറുടെ ജോലി. അത് ഡയറക്ടർ ചെയ്യണം. അതിൽ ഈ ഇമോഷനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ്. ഇയാളൊരു വ്യക്തിയുമാണ്, കഥാപാത്രവുമാണ്. ഒരു വ്യക്തിയും കഥാപാത്രവുമായിരിക്കുന്ന ഒരാളെ ഞാൻ ഷൂട്ടിംഗ് ടൈമിൽ ഡീൽ ചെയ്യുക എന്നുള്ളതാണ് ഡയറക്ഷൻ. എനിക്ക് അയാളെ കൺവിൻസ് ചെയ്തേ പറ്റൂ. ഇവിടെ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തോക്കെടുത്ത് വെച്ചിട്ട് സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്ന് പറയേണ്ടി വന്നിട്ടുണ്ട് ഡയറക്ടർക്ക്. ഇവിടെയല്ല, ലോക സിനിമ അഗീറെ ദ ഓഫ് ദ ഗോഡ് എന്നുള്ള സിനിമ എടുക്കുന്ന സമയത്ത് സംവിധായകൻ തോക്കുമായിട്ടാണ് നിന്നത്. ആക്ഷൻ എന്ന് പറയാം, എന്നാലേ അയാൾ അഭിനയിക്കൂ. കാരണം അയാൾ കഥാപാത്രമായി പോയി. അയാളെ കൺട്രോൾ ചെയ്യാനൊക്കെ ഡയറക്ടർ ആക്ഷൻ പറഞ്ഞാൽ പോരാ, തോക്കെടുത്തിട്ടാണ് അയാൾ ചെയ്തത്. ആ ഡയറക്ടർ ട്രിവാൻഡ്രത്ത് വന്നിട്ടുണ്ടായിരുന്നു, ആ ഡയറക്ടർ. അപ്പോൾ അങ്ങനെ സംഭവിക്കും. അതൊരു ഡയറക്ടറുടെ സക്സസ് ആണ്. അയാളുടെ ക്യാരക്ടർ അയാളിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ പലതും സംഭവിച്ചെന്നിരിക്കും. കാരണം അതൊരു വളരെ നേരത്തെ സംഭവമാണെന്നേ. ഒരു ബൈപോളാർ ഡിസോർഡർ ഉണ്ടാവും. അത് ആക്ടർക്കും ഉണ്ടാവും, ഒരു ഡയറക്ടർക്കും ഉണ്ടാവും, ഒരു റൈറ്റർക്കും ഉണ്ടാവും. കാരണം നമ്മൾ പല കഥാപാത്രങ്ങളിലേക്ക് ഒരേ സമയം കൂട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നായകന്റെ ഡയലോഗ് എഴുതി അടുത്ത് വില്ലന്റെ ഡയലോഗ് എഴുതുന്നത്. അത് രണ്ടും രണ്ട് മനസ്സാണ്, രണ്ട് കഥാപാത്രങ്ങളാണ്. അതെ, ഒത്തിരി വട്ടുണ്ടാവണം, എന്നാലേ പറ്റുള്ളൂ. യു കനോട്ട് ബി നോർമൽ. ഈ പറഞ്ഞതുപോലെ പണ്ടും ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇല്ലാന്ന് നമ്മൾ പറഞ്ഞില്ല. ലൊക്കേഷനിൽ ഇറങ്ങിപ്പോകുന്നവരെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാനൊക്കെ അറിഞ്ഞിരിക്കുന്നത്. പേര് പോലും പറയാൻ പറ്റാത്ത ആളുകൾ ഇറങ്ങിപ്പോയിട്ടുണ്ട്. എനിക്ക് ആ സീൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പോയി സിനിമ തന്നെ മാറ്റിവെച്ച ചരിത്രം ഉണ്ടായിട്ടുണ്ട് പണ്ടും. അന്നൊന്നും ഇത്ര സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത്രയൊന്നും വാർത്തയായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ സ്റ്റാർഡത്തിന്റെ വിഷയം കൂടെ ഉണ്ട്. ഇപ്പൊ മമ്മൂക്ക സ്ക്രിപ്റ്റ് എടുത്ത് വലിച്ചെറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മമ്മൂക്ക സ്ക്രിപ്റ്റ് വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ളൊരു അഭിമാനകരമായ ഒരു വാർത്തയിൽ ചിലപ്പോൾ നല്ല പോസിറ്റീവായിട്ട് പോകും. ഇതൊക്കെ സംഭവിക്കുന്നതാണ്. ഞാൻ കേട്ടിട്ടുണ്ട്, ദാമോദരൻ മാഷ് എടുക്കുന്ന ഏതൊരു പടത്തിന്റെ സ്ക്രിപ്റ്റ് മമ്മൂക്ക വലിച്ചെറിഞ്ഞിട്ടുണ്ട്. മറ്റേ ഗുഡ്ലാൻഡ്സ് ഹോട്ടലിൽ ജോൺ പോൾ അങ്കിൾ പറഞ്ഞ എൻ്റെ അടുത്ത്. ഇത് മമ്മൂക്കയ്ക്ക് ഞാനൊരു അവമാനകരമായിട്ട് പറയല്ല. അത് ആ സിനിമയിൽ പുള്ളിക്ക് അതിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, ഇതുണ്ട്. ആ ദാമോദരൻ മാഷ്ക്ക് അത് വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. കാര്യം ദാമോദരൻ മാഷ്ക്ക് അറിയാതെ ആരാണെന്ന്. അത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു മനസ്സിലാക്കലാണ്. അതൊരു ഇമോഷണൽ ഔട്ട് ബസ്റ്റ് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? അത്രയും ഇൻവോൾവ്മെന്റ് ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവും. നമ്മൾ വെറും കാഴ്ചക്കാരനായിരിക്കും. എനിക്ക് ഒരു ബന്ധമില്ലാത്തൊരു കാര്യത്തിന്റെ ഇടയിൽ ഇപ്പൊ ദിലീഷ് ഇപ്പൊ ഞാൻ സ്ക്രിപ്റ്റ് കാണിക്കുന്നത് പുള്ളി എടുത്ത് വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സീരിയസ് ആയിട്ട് നോക്കണം, എന്താണെന്ന് മര്യാദയ്ക്ക് നോക്കണം എന്നുള്ളതാണ് പറയുന്നത്. പുള്ളിക്ക് അങ്ങനെയാണ് ചെയ്യാൻ തോന്നിയത്. അപ്പോൾ തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല, ഞാൻ കാണില്ല, ഒരിക്കലും കാണില്ല. കാരണം സിനിമ അയാളെയും കൂടെ ലൈഫിനെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതിന്റെ ഉത്തരവാദിയാണ് അയാള്. അപ്പൊ അതൊക്കെ മുമ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും പുതിയ കാര്യങ്ങളൊന്നും അല്ല. പിന്നെ മദ്യവെച്ചിട്ട് സിനിമയിൽ നാഗേഷ് നടൻ അവനെ മദ്യവെച്ചുകൊണ്ടേ അഭിനയിച്ചിട്ടുള്ളൂ. തിലകൻ ചേട്ടൻ. എല്ലാ മനുഷ്യർക്ക് അവരുടേതായ കുഴപ്പങ്ങളുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഒരാൾ നടനായി പോയെന്ന് വിചാരിച്ചാൽ അയാൾക്ക് ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യനായി മാറാൻ പറ്റും. അയാളുടെ കുഴപ്പങ്ങളോട് കൂടിയാണ് അയാളുടെ കല, അല്ലേ? അയാളുടെ കുഴപ്പങ്ങളോടുകൂടെ നമ്മൾ അയാളെ സ്വീകരിക്കേണ്ടി വരും, നടനെ. അപ്പൊ എന്ത് കുഴപ്പവും ചെയ്യാന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഒരു ഡിസിപ്ലിൻ ഉണ്ടാവണം അയാൾക്ക്. എന്ത് കുഴപ്പവും ചെയ്യുന്നവർ അയാൾക്കൊരു ഡിസിപ്ലിനും അയാൾക്കൊരു ബോധം ഉണ്ടാവണം. അതില്ലാത്തവരെ നമ്മൾ ആദ്യമേ കാസ്റ്റ് ചെയ്യണം. നമ്മൾ അവിടെ വന്ന് നിൽക്കുമ്പോൾ നമ്മളൊരു ക്യാരക്ടറാണ്, നമ്മൾ ബോധത്തോടു കൂടി മാറണം. അല്ലെങ്കിൽ മനഃപൂർവ്വം ആരെങ്കിലും കാണിക്കോ എന്നെ കഥാപാത്രം ഒബ്സസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആരും മനഃപൂർവ്വം കാണിക്കൊന്നുമില്ലല്ലോ. നമ്മളാരും പറ്റിക്കുന്നില്ലല്ലോ. ഞാൻ മനസ്സിലാക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞത്. നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത് ഒരു ടെമ്പർമെന്റിനൊപ്പമാണ്. ദ മാറ്റർ ഇസ് ടെമ്പർമെന്റ് ഹിയർ. കഥാപാത്രത്തിന്റെ ടെമ്പർമെന്റ് ഉണ്ട്, ആക്ടർക്ക് ഒരു ടെമ്പർമെന്റ് ഉണ്ട്. ഈ ടെമ്പർമെന്റ് വെച്ചിട്ടാണ് ഈ ആർട്ട്, എഴുത്തുകാരന്റെ ടെമ്പർമെന്റ്. സോ നമ്മൾ ഡീൽ ചെയ്യുന്നത് വലിഞ്ഞു മുറുകിയ വീണക്കമ്പികളുമായിട്ടാണെന്ന് ഓർക്കണം. തട്ടിയാൽ ചിലപ്പോൾ കൈ മുറിയും, പൊട്ടിയും പോവാം. അത് ആർട്ടിന്റെ ഒരു പ്രത്യേകതയാണ്. പൊട്ടാതെ സൂക്ഷിക്കുക. ഇതിലെ നിർമ്മാതാക്കളും അങ്ങനെ തന്നെയാണ്. കാരണം നിർമ്മാതാവ് എന്താണ്, ആരാന്റെ സ്വപ്നത്തിന്റെ, ഞാൻ സ്വപ്നത്തിൽ കണ്ട പെണ്ണിനെ കെട്ടാൻ ഇറങ്ങിത്തിരിക്കുന്നു, അതിന്റെ മുകളിൽ കാശിറക്കാനാണ് പ്രൊഡ്യൂസർ വരുന്നത്, അല്ലേ? അതെ അതെ. അപ്പൊ എനിക്കും വെട്ട്, പ്രൊഡ്യൂസർക്കും വെട്ട്, അല്ലേ? ഇതൊരു ഉറപ്പില്ലല്ലോ, ഇതെന്തായിത്തീരുന്ന ഉറപ്പില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം? നല്ല ഉറപ്പുള്ള സാധനം, അതായത് നമ്മളിപ്പോൾ ഈ കസേര ഇതുപോലെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ
അത് ഉണ്ടാക്കി തരാൻ പറ്റുന്ന ആൾക്കാരുണ്ട്, അതിനുള്ള യന്ത്രങ്ങളുണ്ട്, നല്ല ഉറപ്പുള്ള ബിസിനസ്സുകളുണ്ട്. അത്തരം ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇത് കലയാണ്, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. കാരണം ഇതിന് ഭയങ്കര റിസ്ക്കാണ്. ചിലപ്പോൾ നിന്നു പോകും, തീർന്നു പോകും. അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരാൾക്ക് ഒരു അപകടം പറ്റി. കാരണം ഇപ്പൊ നമുക്ക് ഷൂട്ട് തീർന്ന് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് കഴിഞ്ഞ ശേഷം ഫൈറ്റിന്റെ ഇടയിൽ ദിലീഷിന്റെ കാലിന് പരിക്ക് പറ്റി. നമ്മൾ 1 മാസം ബ്രേക്ക് ചെയ്ത് പിന്നെ പോയിട്ട് ലാസ്റ്റ് വെറുതെ 2-3 ദിവസത്തിന് വേണ്ടിയിട്ട് പോകേണ്ടി വന്നു. അതിന് കോസ്റ്റ് കൂടി, കാര്യങ്ങൾ കൂടി, പുള്ളിക്ക് ഒരു പടം മൊത്തത്തിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. പോകാൻ പറ്റിയില്ല. വലിയ ഡയറക്ടറുടെ പടമാണ്. അപ്പൊ പുള്ളി അത് മനസ്സിലാക്കുമ്പോൾ പ്രശ്നമില്ല. പുള്ളി അവിടെ പോകണ്ടെന്ന് വിചാരിച്ചിട്ടല്ലോ ഇങ്ങനെ സംഭവിച്ചു പോയതാണ്. ഇതൊക്കെ സ്വാഭാവികമാണ് സിനിമയിൽ. എല്ലാം നടക്കുന്നുണ്ട്. അന്നും ഇന്നും എന്താ അതല്ല സിനിമ. അന്നും ഇന്നും നടക്കുന്ന മദ്യപിച്ചിട്ടായിട്ട് അഭിനയിക്കുന്നു, ത്രൂ മദ്യപിച്ച് അഭിനയിക്കുന്നു. അതിലൂടെ നാഗേഷിന് ഉദാഹരണം പറയാൻ കാരണം ഭയങ്കര സക്സസ്ഫുൾ ആക്ടർ ആയിരുന്നു. അവസാനം എണീച്ച് നടക്കുമെങ്കിൽ നാഗേഷിന് വെച്ചൊരു സീൻ ചെയ്യണമെന്നാണ് എല്ലാ ഡയറക്ടേഴ്സും ഫിലിം മേക്കേഴ്സും ആഗ്രഹിച്ചത്. പുള്ളി അത്രയ്ക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു. നമുക്ക് അത്രയ്ക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ സഹിക്കും. ഞാൻ നിങ്ങളുടെ അടുത്ത് വരുന്നത് അങ്ങോട്ട് വരികയാണ്, എനിക്ക് നിങ്ങളുടെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നതാണ് കണ്ടീഷൻ. നിങ്ങൾ എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നതാണ് ടേംസ് അല്ലേ? അതെ അതെ അതെ. സ്റ്റാർഡം എന്നൊക്കെ പറയുന്നത് അതാണ്. നമുക്ക് അത്യാവശ്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അവരും വിചാരിക്കുന്നത് അത് തന്നെയാണ്. തിലകൻ ചേട്ടനൊക്കെ വിചാരിച്ച് എന്നെ അത്ര അത്യാവശ്യമുള്ളതിന് വന്നാൽ മതി. തിലകൻ ചേട്ടനൊക്കെ ആരോടെങ്കിലും എനിക്ക് തോന്നുന്നില്ല തിലകൻ ചേട്ടൻ എല്ലാവരുടെ അടുത്തും ഭയങ്കര റൂഡായിട്ട് പെരുമാറും. സ്നേഹമില്ലാത്ത ആളൊന്നുമല്ല. പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് എന്നെ അത്യാവശ്യമുള്ള ആൾക്കാർ വന്നാൽ മതി, അപ്പൊ എനിക്ക് നല്ല ക്യാരക്ടറേ വരുള്ളൂ. കണ്ട ചപ്പും ചണ്ടിയൊന്നും എനിക്ക് താല്പര്യമില്ലെന്നേ. എന്നെ അത്യാവശ്യമുള്ള ആൾക്കാർ വന്നാൽ മതി, അതായിരുന്നു പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ്. ഈവൻ തിലകേട്ടനൊക്കെ മലയാള സിനിമൻ്റെ അകത്ത് നിലനിൽക്കുമെങ്കിൽ ഞാൻ പറയുന്നത് കഴിവുള്ള ആൾക്കാരാണെങ്കിൽ എന്ത് ക്യാരക്ടറും ഒന്നും വിഷയമല്ല, അവിടെ നിലനിൽക്കും. കഴിവാണ് മാറ്റർ. നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല അവരെ. തീർച്ചയാണ് വലിയ ഒരു ഉദാഹരണങ്ങളാണ് താങ്കൾ പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ പറയുന്നത് ദിലീഷ് ചേട്ടൻ അതുകൊണ്ട് രക്ഷപ്പെട്ടു പോവാണ് എൻ്റെ അടുത്ത്. എനിക്ക് അതാണ് ഇവിടെ ഏറ്റവും വലിയ സങ്കടം. ദിലീഷിനെ എല്ലാം എൻ്റെ നിന്ന് രക്ഷപ്പെട്ടു പോവാണ്. എങ്കിലും ദിലീഷ് ചേട്ടൻ ഒരു കാര്യത്തിലും കൃത്യമായ ഒരു മറുപടി ദിലീഷ് ചേട്ടൻ്റെ അടുത്ത് പോകുന്നു. അല്ല, ഇതിപ്പോ പറഞ്ഞ കാര്യങ്ങളിലേക്ക് തന്നെ പോകുന്നു. നമ്മളൊരു സിനിമയുടെ പ്രൊമോഷൻ, ഇപ്പം നിങ്ങളൊരു സിനിമയുടെ പ്രൊമോഷൻ വന്നിരിക്കുകയാണ് അല്ലേ? അത് പൈസ മുടക്കിയ ആളാകും, ആക്ടറാകും, എല്ലാവരും സിനിമയുടെ പ്രൊമോഷൻ വന്നു. സിനിമയുടെ പ്രൊമോഷൻ പോലും വരാതെ പല ആളുകൾ മാറുന്നു. അവർ പറയുന്ന ന്യായങ്ങളും വേറെ സിനിമയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു പ്രൊമോഷൻ ഒരു സിനിമയുടെ ഭാഗമല്ലേ? അതിന് വരണ്ടേ ആക്ടേഴ്സ്? തീർച്ചയായിട്ടും ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ ആണ് കൂടുതലായിട്ട് ഇപ്പം ഡയറക്റ്റ് ചെയ്യുന്ന സമയത്തോ അഭിനയിക്കുന്ന സമയത്തോ അതെൻ്റെ ഒരു ഉത്തരവാദിത്തമായിട്ട് പലപ്പോഴും വന്നിട്ടില്ല. ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഞാൻ ചെയ്ത സിനിമകളിലെല്ലാം ആക്ടേഴ്സിനോട് നമ്മളൊരു എഗ്രിമെൻ്റ് ഇടാറുണ്ട്, സംസാരിക്കാറുണ്ട്. അപ്പം ആദ്യം തന്നെ അതിനുവേണ്ടി പ്രൊമോഷന് വേണ്ടിയിട്ട് മിനിമം ഇവിടുത്തെ ഒരു സാഹിത്യം വെച്ചിട്ട് മിനിമം ഒരു ദിവസമെങ്കിലും മേജർ ആക്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ 2 ദിവസം നമ്മുടെ കൂടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് നിൽക്കണം എന്ന് നേരത്തെ തന്നെ നമ്മൾ പറയാറുണ്ട്. ആളുകൾ അങ്ങനെ വരാറുമുണ്ട്. തീർച്ചയായിട്ടും അത് വരണം. കാരണം അത് പ്രൊമോഷൻ ചെയ്താലേ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതും കൂടെ നമ്മുടെ ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ്. അതടക്കമാണ് അതിൻ്റെ ശരിക്കും ഒരു എഗ്രിമെൻ്റ് എന്നാണ് എൻ്റെ വിശ്വാസം. അല്ല, അത്തരം എഗ്രിമെന്റ് ഉണ്ട്, പക്ഷെ അത് പാലിക്കപ്പെടുന്നില്ല. അത് വലിയ രീതിയിൽ നിർമ്മാതാക്കളെ സിനിമയില് ഒരു ആക്ടർ പാലിക്കപ്പെട്ടില്ലെങ്കിൽ അത് അയാളുമായിട്ട് ഞാൻ സഹകരിക്കുന്ന അവസാനത്തെ പടമായിരിക്കും. കൃത്യ മറുപടിയാണല്ലോ. അങ്ങനെ എല്ലാവരും തീരുമാനിച്ചമായി. അത്രേ ഉള്ളൂ. ആ തീരുമാനം കൃത്യമായി. നമ്മൾ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നതാണ്. പലരാലും പറഞ്ഞിട്ട് പല അഭിപ്രായങ്ങൾ നമുക്ക് പലരെ കുറിച്ചും ഇങ്ങനെ നമ്മൾ അറിയും, അവിടെ കേൾക്കും, ചെറിയ കഥകൾ കേൾക്കും. അപ്പൊ നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്കും അയാൾ ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട് ആണോ, അപ്പൊ നമ്മൾ ഒന്നും കൂടെ ആലോചിക്കും. ചിലപ്പോൾ നമ്മൾ അങ്ങനെ എടുക്കും ചിലപ്പോൾ. കാരണം നമുക്ക് വേറെ ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല ഇതും കൂടെ. അപ്പൊ ആ ഒരു നഷ്ടവും കൂടെ ബഡ്ജറ്റ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ അവരെ ചിലപ്പം കാസ്റ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ പക്ഷെ നമുക്ക് കഴിയുമെങ്കിൽ ഈ തലവേദന നമ്മൾ ഇന്ന് ഒഴിവാക്കാനും നമ്മൾ ശ്രമിക്കും. അല്ലെങ്കിൽ നമ്മൾ അവരുടെ സമയം 12 മണിക്ക് വരുമെങ്കിൽ 12 മണി വരെ നമ്മൾ കാത്തിരുന്നിട്ട് അതൊരു വരുന്നതിന്റെ കാര്യത്തിൽ ചിലപ്പോൾ ഇടയ്ക്ക് ചിലപ്പോൾ മൂഡ് സ്വിങ്സ് ഉള്ള ആളുകളുണ്ട്. ചില ആളുകൾ ചിലപ്പം 10 ദിവസം ആക്ട് ചെയ്യാൻ പറ്റുന്നതിൽ നമുക്കറിയാം. ചിലപ്പോൾ 1-2 ദിവസം മൂഡ് ഓഫും ഡിസ്റ്റർബ്ഡ് ഒക്കെ ആയിട്ട് പോകുന്നവരാണ്. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ഇതാണ്. ഇപ്പം നമുക്ക് എല്ലാവരും ചില ആളുകൾക്ക് ഉറക്കം നന്നായിട്ട് വേണ്ട ആളുകളുണ്ട്, ചില ആൾക്കാർക്ക് ഉറക്കമില്ലാത്ത ആളുകളുണ്ട്. അതെല്ലാം നമുക്ക് പിന്നെ എന്ന് വെച്ചാൽ അവരൊരു ഭയങ്കര സംതൃപ്തിയോടുകൂടി വന്നില്ലെങ്കിൽ ഇതുകൊണ്ട് കാര്യമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കിട്ടില്ല. നമുക്ക് നമ്മുടെ മുമ്പിൽ അഭിനയിക്കാൻ വരുമ്പോഴത്തേക്കും ആ ആക്ടർ മാനസികമായിട്ട് ആ കഥാപാത്രത്തിലേക്ക് എത്താൻ എല്ലാ തരത്തിലും അടിപൊളിയായിട്ട് ഒരു മാനസികാവസ്ഥ അയാൾക്ക് ഇല്ലെങ്കിൽ ആ ക്യാരക്ടറിലേക്ക് എത്താൻ പറ്റില്ല. നമുക്കിപ്പം ഈ പറഞ്ഞ പോലെ ഭീഷണിപ്പെടുത്തിയോ ഒന്നും അത് ചെയ്തിട്ട് കാര്യമില്ല എന്നും കൂടെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം എല്ലാവരും കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുക. സിനിമയാണ്, കൂട്ടായ്മയുടെ വിജയമാണ്.
ആർക്കും കേടില്ലാതെ സിനിമകൾ കൊണ്ടുവരാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. ഈ പറഞ്ഞ പോലെ സംഘടനകൾ വിലക്കിയാലോ അല്ലെങ്കിൽ ഇവരെ വെച്ച് സിനിമ എടുക്കേണ്ടതെന്ന് തീരുമാനിച്ചാലോ തീരുന്നതല്ല. സ്വയം നന്നായി സ്വയം നമ്മൾ സിനിമയിലേക്ക് എത്തുമ്പോൾ നമ്മൾ തന്നെ നോക്കുക, നമ്മളെ കാരണം ഒരാൾ വെയിറ്റ് ചെയ്യാൻ പാടില്ല, നമ്മൾ കാരണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല എന്ന് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ഒരു കുടുംബത്തിലെ പ്രശ്നം കുടുംബത്തിൽ ഇരുന്ന് തീർക്കാം, മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്, അല്ലേ? അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അയാൾ ഔട്ടാവുന്നേ ഉള്ളൂ. സ്വയം സ്വയം ആരും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് അത്യാവശ്യം അല്ലെങ്കിൽ നമ്മൾ വിളിക്കുമല്ലോ. അത്തരം ഒരു തീരുമാനത്തിലേക്ക് എല്ലാവരും എത്തട്ടെ. ഇപ്പൊ നിങ്ങളൊക്കെ പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത്തരം തീരുമാനത്തിലേക്ക് എത്തട്ടെ. ഇതൊക്കെ കേട്ടുള്ള ഇപ്പൊ തിരിച്ചു വന്നേക്കുവാണ് കേട്ടോ, തിരിച്ചെത്തിയേക്കാണ് സിനിമാ മേഖലയിലേക്ക്. ഇത് കേട്ടിരിക്കണമെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മുഖത്ത് നോക്കുന്നുണ്ട്, വലിയ ശ്രദ്ധിച്ചാണ് ഇരിക്കുന്നത്. അച്ഛനൊക്കെ പണ്ട് കഥകൾ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? പണ്ട് ലൊക്കേഷനിലൊക്കെ പോകും ഉണ്ട്, കഥകൾ പറയല്ല, അറിയാം, കണ്ടിട്ടുണ്ട്. എന്താണ് കണ്ടത്? ഒരു ഓർമ്മ ഒന്ന് പങ്കുവെക്കാൻ. ഈ ലൊക്കേഷനിലെ മേളകളും ഇറങ്ങിപ്പോക്കൊക്കെ കണ്ടിട്ടുണ്ട്. ആരിറങ്ങിപ്പോയങ്ങളെ കണ്ടേക്കുന്നത്? ഡാഡി തന്നെ, അച്ഛൻ തന്നെ ഇറങ്ങിപ്പോയിട്ടുണ്ട് ഇഷ്ടപ്പെടാതെ. പക്ഷെ ഇതിന്റെ ഒന്നും അല്ല, അത് ചിലപ്പം ഒരു യൂണിഫോം തയ്ച്ചുകൊണ്ട് വരുന്ന വ്യത്യാസം, വിഗിന്റെ പ്രശ്നങ്ങൾ, അങ്ങനെ അച്ഛൻ ഇറങ്ങിപ്പോടെ നേരിട്ടുണ്ട്. അപ്പൊ അന്നുമല്ല നമ്മൾ കണ്ടുപോകുന്നത്. അപ്പൊ ഇതൊന്നും ഒരു വിഷയമല്ല, നമ്മൾ തന്നെ സ്വയം നന്നാവോ, അല്ലെ? അന്നത്തെയൊക്കെ കാലഘട്ടം പോലെ അല്ല ഇന്ന്. അന്നൊക്കെ ഒരു സമയം മെനക്കെട്ട, ഇന്നൊക്കെ മറ്റേ ഡിജിറ്റലിലേക്കൊക്കെ മാറുമ്പോൾ ഇഷ്ടംപോലെ സമയങ്ങളുണ്ട് എത്ര ടേക്ക് എടുക്കാനൊക്കെ, അല്ലേ? പിന്നെ പൈസയ്ക്ക് ഒരു കുറവില്ലാതെ മാത്രമേ പൈസ കൂടിയിട്ടുള്ളൂ. അപ്പൊ അച്ഛന്റെ ഒക്കെ കണ്ട് വളർന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ അന്ന് ബുദ്ധിമുട്ട് അനുഭവിച്ചു, ഒരിക്കലും ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങി പോയില്ല കേട്ടോ, അല്ലേ? അച്ഛൻ ഒത്തിരി കഥകളൊക്കെ പറയാം. ലൊക്കേഷനിലൊക്കെ പോവായിരുന്നോ? ഞാൻ ചെറുപ്പത്തിൽ പോവായിരുന്നു അല്ലേ? ഏത് വയസ്സ് വരെ പോയിട്ടുണ്ടായിരുന്നു? ഒരു 8-9 വയസ്സ് 10 വയസ്സ് വരെയൊക്കെ പോയിട്ടുണ്ട്. അച്ഛന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഒന്ന് പറയാൻ പറഞ്ഞാൽ ഏതായിരിക്കും? ഒത്തിരി സിനിമകളുണ്ടാവും. രക്തമില്ലാത്ത മനുഷ്യൻ ഇഷ്ടമല്ല, ഇതായുടെ വരെ. പിന്നെ ഓഫ്കോഴ്സ് ലേലം ഇഷ്ടമാണ്. ലേലം പിന്നെ എല്ലാവർക്കും കോമൺ ഇഷ്ടം വരുന്ന ഒരു സിനിമ തന്നെയാണ്. രക്തമില്ലാത്ത മനുഷ്യൻ ശിവൻകുട്ടിയാണ് ഏറ്റവും ഇഷ്ടം. അച്ഛൻ ഈ അവസാന സമയങ്ങളൊക്കെ സിനിമയിൽ പോയിട്ട് വരുമ്പോൾ ഒക്കെ കഥകൾ പറയാം, ഞാൻ അഭിനയിക്കാൻ പോകുന്ന സിനിമ ഇതാണ്, അങ്ങനെ വീട്ടിൽ എന്തെങ്കിലും? വീട്ടിൽ സിനിമ ഡിസ്കഷൻ ഇല്ല, വളരെ കുറവ്. ഇല്ലെന്ന് തന്നെ പറയാം, വളരെ കുറവാണ്. അങ്ങനെ ഇതിനെ പറ്റിയുള്ള ഡിസ്കഷൻ ഒന്നുമില്ല. ഇപ്പൊ നമ്മള് സിനിമയെ കുറിച്ച് വീട്ടിൽ പറയോ? ഇല്ല. ഇപ്പൊ ഈ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നതിനെ കുറിച്ചൊക്കെ വീട്ടിൽ പറഞ്ഞു, ഇങ്ങനെ ഒരു എനിക്ക് അത് പറഞ്ഞു തീർച്ചയായിട്ടും. കാര്യം ഞാൻ പിന്നെ ഫ്ലിപ്പായി പോയി, ഇങ്ങനെ ഒരു കോള് വന്നപ്പോൾ ഇത്ര നാൾ കഴിഞ്ഞൊരു കോള് വരുമെന്നൊരു ഉറപ്പായിട്ടും അത് വീട്ടിലല്ല, ഞാൻ അറിയാവുന്ന എല്ലാവരോടും പറഞ്ഞു. ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടോ? ഇല്ല, ഫേസ്ബുക്ക് പോസ്റ്റ്. ഇനി ഒരു പോസ്റ്റൊക്കെ ഇടണ്ടേ നമ്മൾക്ക്? നമ്മൾ വീണ്ടും ആക്റ്റീവായിട്ടുണ്ട് മറ്റുള്ളവരെ ഒന്ന് അറിയിക്കാൻ വേണ്ടി. അതിപ്പോ സിനിമ വരുന്നുണ്ടല്ലോ, ഇനി നമ്മൾ ചോദിച്ചു പോകുന്ന ഒരു രീതിയില്ലല്ലോ. ഇല്ല. നമ്മളെ തേടി വരുന്ന കഥാപാത്രം, നമുക്ക് പറ്റുന്ന കഥാപാത്രം, നല്ല ഡയറക്ടർമാരെ കൂടെ അഭിനയിക്കാനുള്ള ആഗ്രഹം. ആഗ്രഹത്തിൽ ഇനി മുന്നോട്ട് പോവുക. നല്ല മനോഹരമായ ഒരു ഗാനത്തോടുകൂടി നമുക്ക് അവസാനിച്ചാൽ അതവള് പ്രതീക്ഷിച്ചില്ല കേട്ടോ, അത് വലിയ ഷോക്കായി പോയി. പാടിയാ നമുക്കും നല്ലതാ. അതെ. മലയാള സിനിമയിലത്തെ ഒരു ഭയങ്കര മാസ് ഡയലോഗ്, MG സോമന്റെ ഒരു മാസ് ഡയലോഗ് ഓർമ്മയുണ്ടോ? മലയാളത്തിൽ എനിക്ക് തോന്നിയത് അത്രയ്ക്കൊരു മാസ് ഡയലോഗ് മലയാളത്തിൽ ഇല്ല എന്നാ തോന്നിയത്. എന്താ പറയുക, ഒറ്റ വാക്കേ ഉള്ളൂ, ഞാനും. ഓർമ്മയുണ്ടോ? ഈ നാടല്പം പെശക, ഞാനും. അത്രേ ഉള്ളൂ, ഞാനും. ഏറ്റവും വലിയ മാസ് ഡയലോഗ് ഞാൻ പുള്ളിയെ കണ്ടപ്പം പറഞ്ഞതാ, ഈ നാടല്പം പെശക, ഞാനും. അതിന്റെ അപ്പുറത്തേക്കൊന്നും ഇല്ലാട്ടോ.